ജമാൽ സാറേ, നമുക്ക് തുടങ്ങിയാലോ? 7:45 ആയി. തുടങ്ങാം തുടങ്ങാം തുടങ്ങാം. ആൾക്കാർ 20 പേരെ ആയിട്ടുള്ളൂ. അറിഞ്ഞൂടാ. സാരമില്ല, വരുവന്നോളൂ, കയറിക്കോളും. കയറിക്കോളും. രാജാറാം സാറേ, തുടങ്ങല്ലേ? ഞാൻ റെഡിയാണ്. ഹലോ. ഓക്കെ. അഭിലാഷ്, ഡോക്ടർ അഭിലാഷ്, തുടങ്ങാം നമുക്ക്. അപ്പോ ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മള് KGMO സർവീസ് സഹായിയുടെ എന്നുള്ള പേരിലൊരു ഫോണിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സൂമില്. അതിലെ 6ാമത്തെ എപ്പിസോഡാണ് ഇപ്രാവശ്യം ഉള്ളത്. സർവീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിലെ എക്സ്പേർട്സിന് അവിടെ ക്വസ്റ്റ്യൻസ് നേരിട്ട് ചോദിക്കുകയും ആൻസറുകൾ അതിനുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ KGMO ഈ കൊല്ലം അത് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിലെ 5 ടോപ്പിക്സ് കഴിഞ്ഞു. 6ാമത്തായിട്ടാണ് ഇന്ന് വന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കാണ് വന്നുള്ളത്. അതിന് നമുക്ക് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു എക്സ്പെർട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ തന്നെ അഡീഷണൽ ഡയറക്ടറായ രാജാറാം സാറാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളെ അഭിസംബോധന ചെയ്യാനായിട്ട് ജമാൽ സാറും എത്തിയിട്ടുണ്ട്. സീനിയർ ലീഡറായ മുൻ സ്റ്റേറ്റ് ട്രഷററായ ജമാൽ സാറും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഔദ്യോഗികമായി തുടങ്ങാം. ആദ്യമായി സ്വാഗതം പറയാനായിട്ട് സർവീസ് സെല്ലിലെ ഡോക്ടർ അഭിലാഷ് കൃഷ്ണനെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എവരിവൺ. നമ്മുടെ സന്തോഷ് സാർ പറഞ്ഞ പോലെ തന്നെ KGMO സ്റ്റേറ്റ് സർവീസ് സെല്ലിന്റെ സർവീസ് സഹായി സീറോ സർവീസ് ഇഷ്യൂസ് എന്ന് പറയുന്ന പുതിയ ഒരു ഉദ്യമത്തിന്റെ 6ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ ടോപ്പിക്ക്. വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ ചാർജ് മെഡിക്കൽ ഓഫീസർമാരായിട്ടിരിക്കുന്ന മിക്കവരും തന്നെ നമ്മുടെ ഒരു ദിവസത്തെ നമ്മുടെ ഒരു ഇമെയിൽ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു 2-3 RTI ചോദ്യങ്ങളുടെ റിപ്ലൈ കൊടുക്കാനായിട്ട് എന്തായാലും DMOയിൽ നിന്ന് വന്നിട്ടുണ്ടാവും. ആ രീതിയിലാണ് നമുക്ക് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റി ആധികാരികമായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് നമ്മുടെ ഫാക്കൽറ്റി ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് എനിക്ക് സ്വാഗതം പറയാനുള്ളത് നമ്മുടെ സ്റ്റേറ്റ് സർവീസ് സെല്ലിന്റെ സാരഥിയായിട്ടുള്ള ഡോക്ടർ സന്തോഷ് സാറിനോടാണ്. സന്തോഷ് സാറിനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തായിട്ട് സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ സർവീസ് സെല്ലിന്റെ നോർത്ത് സോൺ ഭാരവാഹിയായിട്ടുള്ള ഷാരോൺ സാറിനെയാണ്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളെല്ലാവരെയും അഭിസംബോധന ചെയ്യുവാനായിട്ട് നമ്മുടെ സ്റ്റേറ്റ് സീനിയർ ലീഡറും മുൻ ട്രഷറും കൂടിയായിട്ടുള്ള ഡോക്ടർ ജമാൽ അഹമ്മദ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ജമാൽ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് എനിക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ എസ്റ്റീംഡ് ഫാക്കൽറ്റി രാജാറാം സാറിനെയാണ്. സാറ് നമ്മുടെ അഡീഷണൽ ഡയറക്ടറും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് TB ഓഫീസറും കൂടിയാണ്. സാറിനെ ഈ സെഷനിലേക്ക് ഞാൻ വ്യക്തിപരമായും സംഘടനയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തായിട്ട് എനിക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ ജില്ലയുടെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഓരോ അംഗങ്ങളെയുമാണ്. എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ താങ്ക് യു ഡോക്ടർ അഭിലാഷ്. ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് ആദ്യമായി തന്നെ നമ്മുടെ സീനിയർ ലീഡറായ ജമാൽ സാറിനെ നമ്മുടെ ഈ പ്രോഗ്രാം അഭിസംബോധനയും അതുപോലെ തന്നെ രാജാറാം സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും യോജിച്ച വ്യക്തി ജമാൽ സാറാണ്. അതുകൊണ്ട് തന്നെ ആ കർത്തവ്യത്തിലേക്ക് ജമാൽ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജമാൽ സാർ. ബഹുമാന്യായ ഡോക്ടർ സന്തോഷ്, മറ്റു KGMO മെമ്പർമാരെ, അംഗങ്ങളെ, ബഹുമാന്യായ ഡോക്ടർ രാജാറാം സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. സാറിൻ്റെ ഒന്നിച്ച് ഞാൻ KGMO സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഒന്നിച്ച് കുറെ കാലം ഉണ്ടായിരുന്നു. ഞാൻ കാസർഗോഡിൻ്റെയും സാറ് കണ്ണൂരിൻ്റെയും പ്രതിനിധിയായിട്ട്. പിന്നെ വീണ്ടും ഞങ്ങൾക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള അവസരവും കിട്ടി. സാറ് കാസർഗോഡ് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ
ഒന്നിച്ച് തന്നെ ഇരുന്നു, ഒരേ മുറിയിൽ ഇരുന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ടായിട്ട് വർക്ക്. വിവരാവകാശ നിയമത്തിൽ എനിക്ക് തോന്നുന്നത് സാറിനേക്കാളും പ്രഗത്ഭനായ ഒരു ഫാക്കൽറ്റി നമുക്ക് ഇതുവഴി കിട്ടാനില്ല. കാരണം എനിക്ക് ഹെൽത്ത് സർവീസിൽ മാത്രമല്ല, പൊതുവെ അല്ലാതെ തന്നെ പരിഗണിച്ചാൽ പോലും ഒരു ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രഗത്ഭനായ ഈ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് വളരെയധികം പഠിക്കുകയും ലേഖനങ്ങൾ എഴുതിയും ക്ലാസ് എടുക്കുകയും ചെയ്ത ആളാണ് ഡോക്ടർ രാജാറാം സാർ. സാറിന്റെ ലേഖനങ്ങൾ നമ്മുടെ ജേർണലുകളിലും KGMയുടെ നമ്മുടെ ചന്ദ്രഗിരി ഫെസ്റ്റിന് സമയത്ത് നമ്മുടെ സുവനീറിലൊക്കെ വിവരാവകാശ നിയമത്തെ കുറിച്ചുള്ള ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. അത് പലതും നമുക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന, നമുക്ക് സംശയം ഉണ്ടെങ്കിൽ പലപ്പോഴും റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ലേഖനങ്ങളാണ്. സാറിനെ കുറിച്ച് പറയുമ്പോൾ സാറ് പഠിച്ചത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ്. 27th ബാച്ച് ആയിരുന്നു. PSC മുണ്ടേരിയിലാണ് 1996 സർവീസിൽ ജോയിൻ ചെയ്തത്. പിന്നെ കണ്ണൂരിലെ നിരവധി സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ഡെപ്യൂട്ടി DMO ആയിരുന്നു, കൂത്തുപറമ്പ് സൂപ്രണ്ടായിരുന്നു. പിന്നീട് പത്തനംതിട്ട DMO, കോഴിക്കോട് ജനറൽ ആശുപത്രി സൂപ്രണ്ട്, തലശ്ശേരി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് കാസർഗോഡ് ജില്ലാ ആശുപത്രി സൂപ്രണ്ടായിട്ട് വന്നു. നമുക്കറിയാം, കോവിഡ് സമയത്ത് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ ഉള്ള, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകളുള്ള ജില്ല കാസർഗോഡായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആദ്യത്തെ ആശുപത്രി ആയിരിക്കും നമ്മളെ ജനറൽ ആശുപത്രി, ഒരു ഹെൽത്ത് സർവീസിലെ ആദ്യത്തെ ആശുപത്രിയാണെന്ന് തോന്നുന്നു കോവിഡ് ആശുപത്രിയായിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ജില്ലാ ആശുപത്രി സൂപ്രണ്ടായിരുന്നു. പിന്നീട് സാർ പ്രൊമോഷനായിട്ട് അഡീഷണൽ ഡയറക്ടറായിട്ട് കോഴിക്കോട് DMO ആയിട്ട് വർക്ക് ചെയ്തു. അവിടുന്ന് വീണ്ടും സ്റ്റേറ്റ് TB ഓഫീസറായിട്ട് മാറി. അദ്ദേഹം ഇപ്പൊ അവിടെ കഴിഞ്ഞ 1 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. KGMയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു 2006, 2007, 2008 ആ കാലഘട്ടങ്ങളിൽ കണ്ണൂർ KGM എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു രാജാറാം സാറായിരുന്നു ആ സമയത്ത്. പിന്നീട് KGMയുടെ സംസ്ഥാന ഭാരവാഹിയായിട്ടും ജോയിന്റ് സെക്രട്ടറി, നോർത്ത് സോൺ ഭാരവാഹിയായിട്ട് വർക്ക് ചെയ്തിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ KGM ജേർണലുകളൊക്കെ ഈ വിവരാവകാശത്തെ കുറിച്ച് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് തീർച്ചയായും റെഫറൻസ്, ഞാൻ പറഞ്ഞു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ലേഖനങ്ങളാണ്. സാർ ഒരു എഴുത്തുകാരനാണ്, വായനക്കാരനാണ്, സർവോപരി എനിക്ക് തോന്നുന്ന മനുഷ്യ സ്നേഹിയാണ്. എനിക്ക് തോന്നുന്നു സഹജീവനക്കാരോട്, സഹജീവികളോടൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റം തീർച്ചയായും എനിക്ക് തോന്നുന്നു ഏതൊരു അഡ്മിനിസ്ട്രേറ്ററും അല്ലെങ്കിൽ ഏതൊരു ഡോക്ടറും മാതൃകയാക്കേണ്ടത് ആണെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒന്നിച്ച് വർക്ക് ചെയ്തവർക്ക് അറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യ ഷീല PK ഹോം മേക്കറാണ്. മകൾ ദിയ രാജാറാം അവിടെ വയനാടിലെ വിംസില് ഹൗസ് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ സാറിനെ, രാജാറാം സാറിനെ, ഇപ്പൊ സ്റ്റേറ്റ് TV ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു, സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അവസരം കിട്ടിയതിലുള്ള സന്തോഷം കൂടി നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ജമാൽ സാർ. അടുത്തായിട്ട് നമ്മുടെ ഈ വേദിയിലേക്ക് നമ്മുടെ എക്സ്പെർട്ട് ആയിട്ടുള്ള രാജാറാം സാറിനെ ആദരവോട് ക്ഷണിക്കുന്നു. രാജാറാം സാർ പ്ലീസ്. പ്രിയപ്പെട്ട ഡോക്ടർ സന്തോഷ്, ജമാൽ, മറ്റ് അംഗങ്ങളെ, നമ്മുടെ സ്പെഷ്യലൈസേഷന്റെ ഒരു ഗുണം പറയല്ലേ, അതായത് ഇപ്പോഴത്തെ കാലത്ത് മെഡിസിൻ സ്പെഷ്യലൈസേഷന്റെ കാലത്ത് നമുക്ക് സൗകര്യമുണ്ട്. ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ. അതൊരു 3 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 2 കൊല്ലം കൊണ്ട് കഷ്ടിച്ച് പഠിച്ചെടുക്കാൻ പറ്റും. സ്പെഷ്യലൈസേഷൻ അങ്ങനെ നീണ്ടുപോവുകയാണ്, അല്ലെ വലുതായി വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് അവയവങ്ങൾ ചെറുതായി വരുന്നു. ഭാവിയിൽ ENT സ്പ്ലിറ്റ് ആവും, ഗൈനോളജിസ്റ്റ്, ഓട്ടോളജിസ്റ്റ്, ലാരിഞ്ചോളജിസ്റ്റ് പറയാമെന്നൊക്കെ പറയുന്നു. പിന്നെ അതിന് ശേഷമുള്ള ഭാവിയിൽ ഇത് സംഭവിക്കും. ഡെക്സ്ട്രോ റൈനോളജി, ലിവോ റൈനോളജിയും തമാശ പറയാം. സ്പെഷ്യലിസ്റ്റുകളാണ്.
പക്ഷേ ഇങ്ങനെ ഭാഗം മാത്രം പഠിച്ചു. അതുപോലെ സ്പെഷ്യലൈസേഷൻ്റെ വിവരാവകാശത്തിൽ കുറച്ച് വിവരം എനിക്ക് ഉണ്ടായത് റൂൾസ് തുടങ്ങിയ അതിൽ തന്നെ ഊന്നൽ കൊടുത്ത് പഠിച്ചതാണ്. എന്നെ പറ്റി പറഞ്ഞ വാക്കുകൾക്കെല്ലാം നല്ല വാക്കുകൾക്കെല്ലാം നന്ദിയുണ്ട്. ഒരു KGMA മനുഷ്യനായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ. ഇപ്പോൾ സർവീസിൽ തുടങ്ങിയ ജോയിൻ ചെയ്ത് 1 മാസത്തിനുള്ളിൽ തന്നെ മെമ്പർഷിപ്പ് എടുത്തു. ഇപ്പോഴും സജീവതയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പിന്നെ എങ്ങനെ വലിയൊരു എക്സ്പേർട്ട് പറഞ്ഞു വരേണ്ട ഒരു വിഷയമൊന്നല്ല. പക്ഷെ ചിലപ്പോൾ ഒരു ഗുരുമുഖത്ത് നിന്ന് കേൾക്കുമ്പോൾ അതിൻ്റെതായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മെനക്കെട്ട് നമുക്ക് പറഞ്ഞ് ചർച്ച ചെയ്യാന്ന് വെച്ചത്. വിവരാവകാശ നിയമം വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ 2005 വിവരാവകാശ നിയമമാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 അന്നത്തെ 2005 22ാമത്തെ നിയമമായിട്ട് വന്നതാണ്. ആക്ട് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നിയമനിർമ്മാണ സഭ പാസ്സാക്കിയ സാധനമാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിയമസഭ നിർമ്മാണ സഭ കേന്ദ്ര പാർലമെന്റ് പാസ്സാക്കിയതാണ്. അപ്പോൾ അതൊക്കെ സംസ്ഥാനത്തുകൂടി ബാധകമാണ്. ജമ്മു കാശ്മീരിൽ അന്ന് ബാധകമായിരുന്നില്ല, ഇന്നിപ്പം അതുകൊണ്ട് ജമ്മു കാശ്മീരിലൂടെ ബാധകമാണ്. അപ്പം സ്റ്റാറ്റ്യൂട്ട് ഇങ്ങനെ നിയമസഭയിൽ തിരക്കിട്ട അംഗങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ അതെങ്ങനെയാണ് നടപ്പാക്കുന്നതിനെ പറ്റി, പ്രത്യേകിച്ച് ക്രിമിനൽ നിയമങ്ങളിൽ അതെങ്ങനെയാണ് നടപ്പാക്കേണ്ടത്, ആരാണ് കേസെടുക്കേണ്ടത്, എങ്ങനെയാണ് വിചാരണ ചെയ്യുന്നതൊക്കെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ, മൈനർ കാര്യങ്ങളൊക്കെ സർക്കാർ ഉത്തരവുകളായിട്ടാണ് വരുന്നത്. ആ സാധനം നിയമസഭയിൽ ചർച്ച ചെയ്യാതെ വരുന്ന സാധനങ്ങളാണ് ഇതിന് റൂൾസ് പറയുന്നത്. അപ്പോൾ റൂൾസ് നിയമത്തിൻ്റെ ഉദ്ദേശത്തിനെതിരായിട്ട് വരുന്നുണ്ടെന്നൊക്കെ നിരന്തരം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതിയുണ്ട്. അത് കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. സബോർഡിനേറ്റ് കീഴ്സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ പാർലമെന്റിൽ അല്ലെങ്കിൽ നിയമസഭ പാസ്സാക്കിയ നിയമങ്ങൾക്ക് അനുസൃതമാണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ നിയമസഭാ സമിതികളും പാർലമെന്റ് സമിതികളും പരിശോധിച്ചുകൊണ്ടിരിക്കും. ഇനി പാർലമെന്റിന് എല്ലാ നിയമവും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായ നിയമങ്ങൾ മാത്രമേ പാർലമെന്റിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ല നിയമമെങ്കിൽ നമുക്ക് ഏതൊരാൾക്കും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അത് ചോദ്യം ചെയ്യാം. ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ്, അതുകൊണ്ട് നിലനിൽക്കുന്നതല്ലെന്ന് കോടതി സാധാരണയിൽ വിധിക്കാറുണ്ട് അങ്ങനെ പ്രശ്നത്തിൽ. അപ്പോൾ നിയമസഭ നിർമ്മാണ സഭയും വലിയ പരമാധികാരം എന്ന് പറഞ്ഞുകൂടാ, ഭരണഘടന അനുസൃതമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത്. ഇത്രയാണ് മുഖം. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്താണ്? മെറ്റീരിയൽ നമുക്ക് രേഖാരൂപത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിലോ ഉള്ള ഒരു രേഖ എന്നുള്ളൂ. ഇപ്പോൾ രേഖാരൂപത്തിലെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ ഓഫീസിൽ ഉണ്ടാവണം സാധനം, അല്ലാതെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ നിയന്ത്രണാതീതമായി മഞ്ഞപ്പിത്തം പടരുന്നത് എന്തുകൊണ്ടാണ്? അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊരു രേഖ നമ്മുടെ ഓഫീസിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇതിൽ ഉത്തരം യോഗത്തിന്റെ മിനിറ്റ്സ് നോക്കിയിട്ട് നമുക്ക് പടരാൻ മഞ്ഞപ്പിത്തം ആരോഗ്യ വിദ്യാഭ്യാസ കുറവാണെന്നൊക്കെ രേഖയുണ്ടെങ്കിൽ അത് കൊടുക്കാൻ മാത്രമേ. പിന്നെ വേറെ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ സാമ്പിളുകൾ അമോക്സിസിലിൻ ഗുണനിലവാരമാണ് ഉള്ളതാണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയണം. അത് ഇഷ്യൂ നോട്ടിലൊക്കെ അതിൻ്റെ വില ഉണ്ടാവും. ആ വില അവരെ കൊണ്ട് അടപ്പിച്ചിട്ട് നമുക്ക് അമോക്സിസിലിൻ സാധനം കൊടുക്കേണ്ടി വരും. പിന്നെ വർക്കുകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വർക്കാണ് അവർക്ക് പരിശോധിക്കണം, വീഡിയോ ചിത്രീകരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ടി വരും. അതാണ് സിറ്റുവേഷൻ. ഇനി നമ്മൾ ഒരു ഉത്തരം രേഖ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ അവർക്ക് സംശയം രേഖ നമ്മുടെ ഓഫീസിലുണ്ട്, അങ്ങനെയാണെങ്കിൽ പരിശോധിക്കാനും അവകാശമുണ്ട്. ആദ്യത്തെ അരമണിക്കൂർ സൗജന്യമായിട്ടും പിന്നീട് അരമണിക്കൂറിന് ഒരു 10 രൂപ വാങ്ങിയിട്ടും അവർക്ക് പരിശോധിക്കാനും അവസരമുണ്ട്. പക്ഷേ എങ്കിൽ സൂക്ഷിക്കണം, അത് ആരാണ് പരിശോധിക്കുന്നത് ഉറപ്പുവരുത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആധാർ ഒക്കെ മേടിച്ച് അതിൻ്റെ കോപ്പിയൊക്കെ സൂക്ഷിക്കുക. പിന്നെ ഒരു പ്യൂണിൻ്റെ സാന്നിധ്യം മാത്രമേ ഫയലുകൾ അദ്ദേഹത്തിന് കൊടുക്കാവുള്ളൂ. അത് നശിപ്പിക്കുകയോ കീറുകയോ അല്ല ഒന്ന് എടുത്തു കളിയോ നമ്മൾ ഉദ്ദേശിക്കാത്ത സാധനം വീഡിയോഗ്രാഫി ചെയ്യുകയോ ഫോട്ടോഗ്രാഫി ചെയ്യുകയോ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. പക്ഷേ ഇതൊന്നും സാധാരണയായിട്ട് നിയമത്തിൽ നമുക്ക് ആവശ്യം വരാറില്ല. ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ കുറച്ച് കർശനക്കാരനാണ്. കമ്മീഷൻ ഒരംഗമെങ്കിലും. അപ്പോൾ അദ്ദേഹം പറയുന്ന കുറച്ച് നിയമം കൂടുതലായിട്ട് ജനങ്ങൾക്ക് പരാതിക്കാരന് അനുകൂലമായിട്ട് തീർത്തും ഉചിതമാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാത്തത് സെക്ഷൻ 4 വന്ന ഇത് നിയമം ഇങ്ങനെ സെക്ഷൻ ആയിട്ടുണ്ടാവുക. സെക്ഷൻ, സബ്സെക്ഷൻ, ക്ലോസ്, പിന്നെ ചിലപ്പോൾ സബ് ക്ലോസ്, ഇങ്ങനെയാണ് നിയമം പോകുക. അപ്പം ഞാനിപ്പം 6(3) എന്ന് പറഞ്ഞാൽ സെക്ഷൻ 6(3) എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്തെന്ന്, സെക്ഷൻ 6 സബ്സെക്ഷൻ 3 അല്ലെങ്കിൽ 8(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 8 സബ്സെക്ഷൻ 1 ഇങ്ങനെയാണ് നമ്മൾ സാധാരണ വ്യവഹരിക്കാറ്. ഇപ്പോൾ
സെക്ഷൻ 8.1 കുറെ ക്ലോസുകളുണ്ട്. സെക്ഷൻ 8.1A, 8.1B, 8.1C, അങ്ങനെ 8.1J വരെ സബ്സെക്ഷനുകളുണ്ട്. ഇങ്ങനെയായിട്ട് നമുക്ക് ഒരു ഈ നിയമത്തിനെ പറ്റി ഇതാണ് നിയമത്തിൽ ഉണ്ടാവുക. ചിലപ്പോൾ റെയർലി സബ് ക്ലോസ് ഉണ്ടാവും. അപ്പോൾ സെക്ഷൻ 4.3 തോന്നുന്നു പറയുന്നത് നമ്മുടെ സ്ഥാപനങ്ങളെ പറ്റി വിവരങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കണം. സ്ഥാപനം ആരുടെ കീഴിലാണ്, ഇതിന്റെ നിയന്ത്രണം ഏത് സമിതികൾ, നിയന്ത്രിക്കാനുള്ള സമിതികൾ ഏതൊക്കെ ഉണ്ട്, അതിൽ എങ്ങനെയാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്, ആ മീറ്റിംഗിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടോ, ഒരു കൊല്ലത്തെ അലോട്ട്മെന്റ് എത്രയാണ്, സ്റ്റാഫ് എത്ര പേരുണ്ട്, അവർക്ക് എത്ര ശമ്പളം കൊടുക്കുന്നു, തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിക്കണം എന്നാണ് പണ്ടേ ഭൂരിപക്ഷ സ്ഥാപനങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരാൾ പേരും അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഹെഡ് ക്ലർക്കുമാർ 3 പേര്, ഒരാളുടെ ശമ്പളം, അത്തരത്തിലെ ആ വിവരം എവിടെയും പബ്ലിഷ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിയതിന് ശേഷം കാര്യങ്ങൾ കഴിയുന്നത് വേഗം പബ്ലിഷ് ചെയ്യുന്നത് നല്ലതാണ്. വേണമെങ്കിൽ നമുക്ക് KGMI ഒരു കോമൺ പ്ലാറ്റ്ഫോം, ഒരു പ്രൊഫോമ ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് ഏതൊക്കെയാ ഈ സ്ഥാപനത്തിന് ഭരിക്കുന്ന റൂൾസ് എന്തൊക്കെയാ എന്നൊക്കെ അതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ KSR പോലത്തെ സർവീസ് റൂൾസ്, കേരള ഫിനാൻഷ്യൽ കോഡ്, ട്രഷറി കോഡ് തുടങ്ങിയ സാധനങ്ങളും കാലാകാലത്തെ ഗവൺമെന്റ് ഓർഡറുകളുമാണ് നമ്മളെ നയിക്കുന്നത്, നമ്മൾ പാലിക്കുന്നത്. അത് മാത്രമേ എൻ്റെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ ആരോഗ്യവകുപ്പ് സ്ഥാപനങ്ങൾക്ക് ഒരു തയ്യാറാക്കി വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഒരു KGMI വെബ്സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് അത് ആ സ്ഥാപനത്തിന്റെ പേരും അത്യാവശ്യ കാര്യങ്ങളും മനസ്സിലാർത്ത് സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ വെക്കുകയോ ചെയ്യുന്നത് അടുത്ത ആൾ അത്യാവശ്യമാണ്. പിന്നെ ഫയലൊക്കെ പെട്ടെന്ന് ചോദിച്ചാൽ അത് കിട്ടണം. അതൊരു ഇൻഡെക്സിങ് എന്തുകൊണ്ട് അത്യാവശ്യമാണ്. അതിന് വേണ്ട ഒരു കാര്യം എന്താ, നിങ്ങൾ എല്ലാ സാധനത്തിൻ്റെ OC വെക്കണം, ഓഫീസ് കോപ്പി. റിപ്പോർട്ടുകളായാലും ശരി, എന്തായാലും അതിൻ്റെ ഓഫീസ് കോപ്പി തീർച്ചയായും വെച്ചിരിക്കണം. അപ്പോൾ മെയിൽ അയക്കുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒറിജിനൽ കോപ്പി നമ്മളെ കയ്യിലിരിക്കും. അല്ലാതെ നമ്മൾ പേപ്പർ എഴുതി അയക്കുന്ന എന്ത് കാര്യത്തിൻ്റെയും ഓഫീസ് കോപ്പി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് റെഫറൻസിന് ഏറ്റവും സൗകര്യമാണ്. എത്ര അപ്രധാനം തോന്നിയാലും സർട്ടിഫിക്കറ്റുകൾ, അങ്ങനെ സാധാരണ നമ്മൾ OC വെക്കേണ്ട ആവശ്യമില്ലാത്ത സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ ഓഫീസ് കോപ്പി നമ്മൾ വെച്ച് മെഡിക്കൽ ഓഫീസർ ഒപ്പ് സഹിതം സൂക്ഷിച്ചാൽ ഇത് നമ്മൾ കൊടുത്തത് ഒറിജിനൽ ആണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ വളരെ വളരെ എളുപ്പമുണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം, ഓഫീസ് കോപ്പി സൂക്ഷിക്കുക. മറ്റൊന്ന്, ഞാൻ പോയിട്ട് മറ്റൊന്ന്, പിന്നെ നിങ്ങൾ ഇത് 1 മാസമാണല്ലോ സാധാരണ ഉത്തരവ് നൽകാനുള്ള സമയം. ആ സമയം മെഡിക്കൽ ഓഫീസർ ഫയൽ കാണുകയാണെങ്കിൽ അതിൽ നമ്മൾ ഡേറ്റ് കുറിച്ച്, കിട്ടിയ ഡേറ്റ് കുറിച്ച് വെച്ചിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴാണോ മറുപടി കൊടുക്കേണ്ട പരമാവധി തീയതി, അതായത് ഇന്നിപ്പം ജൂലൈ 12 അല്ലേ, ജൂലൈ 12 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഓഗസ്റ്റ് 11 മറുപടി കൊടുക്കേണ്ടി വരും. 10 ഒരു ഓഗസ്റ്റ് 9 ഒരു റിമൈൻഡർ നിങ്ങൾ ഡയറിയിലോ മൊബൈലൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ അതിലോ ഒരു റിമൈൻഡർ വെച്ചേക്കുക. അതിന് ജസ്റ്റ് നോക്കിയേക്കുക അത് കൊടുത്തോ ആയില്ലോ എന്നുള്ള കാര്യം. 1 മാസത്തിനകമാണ് സൗജന്യമായിട്ട് സാധാരണ മറുപടി നൽകേണ്ടത്. ഇനി നമ്മൾ വലിയൊരു ശല്യം എന്താണെന്നറിയോ, ഒരു അടിസ്ഥാനമില്ലാത്ത വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് സെക്ഷൻ 6.3. അതിപ്പോൾ നമ്മളിപ്പോൾ DM ഓഫീസറുടെ മിക്കവാറും കാര്യങ്ങൾ കാണാം. അത് ആരോഗ്യ ഡയറക്ടറേറ്റിൽ നിന്ന് വിവിധ കീഴ്ഘടക വിവിധ ജില്ലാ മെഡിക്കൽ ഓഫീസുകളിലേക്ക് അയച്ചിട്ടുണ്ടാവും. അവിടുന്നോ പിന്നീട് വിവിധ കീഴ്ഘടക സ്ഥാപനങ്ങളിലേക്ക് അയച്ചിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ തുടക്കത്തിൽ സന്തോഷ് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന 2 മെയിൽ ദിവസം ഉണ്ടെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് വെറും മനുഷ്യ വിഭവശേഷിയുടെ ദുർവിനിയോഗമാണ്. എന്താ കാരണം, സെക്ഷൻ 6.3, അതായത് സെക്ഷൻ 6 സബ്സെക്ഷൻ 3 എന്താ പറയുന്നത്, ഒരു ഓഫീസിനെ മറ്റൊരു ഓഫീസിനെ സംബന്ധിച്ചതോ അവിടുന്ന് എളുപ്പം അതുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടതോ ആയ ഒരു ചോദ്യം നമ്മുടെ ഓഫീസിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയറാണ് സെക്ഷൻ 6.3 പ്രകാരം പറയുന്നത്. അത് പറയുന്നത് when such an application relating to another institution, അവർക്ക് ശ്രദ്ധിക്കണം, an other institution, മലയാളം തർജ്ജിമയിൽ അങ്ങനെ പറഞ്ഞല്ലോ, മറ്റൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട, മറ്റു പല സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിവരം നമ്മൾ ശേഖരിച്ചു കൊടുക്കണം എന്ന് എവിടെയും പറയുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് NHM എക്സ്പെൻഡിച്ചർ ചോദിക്കുന്നു DM ഓഫീസിൽ. DM ഓഫീസ് കിട്ടായില്ല, പക്ഷേ NHM ഓഫീസിൽ എളുപ്പത്തിൽ ലഭ്യമായ സാധനമാണ്. അങ്ങനെയാണെങ്കിൽ DMO ചെയ്യേണ്ട പ്രൊസീജിയറാണ് സെക്ഷൻ 6.3 പ്രകാരം പറയുന്നത്. DM ഓഫീസിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്, അദ്ദേഹം ചെയ്യേണ്ടത് ഈ ഫയൽ ഒറിജിനലായിട്ട് ഈ അപേക്ഷയുടെ ഒരു പകർപ്പെടുത്തി വെക്കുക, അത് സൂക്ഷിക്കുക. എന്നിട്ട് ഒറിജിനൽ ഒരു ആമുഖ കത്ത് സഹിതം മറ്റേ സ്ഥാപനത്തിലേക്ക്, അതായത് NHM ഓഫീസിൽ DPMന്റെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അയക്കാൻ വേണ്ടത്. ഞാൻ ഈ ഒറിജിനൽ അപേക്ഷ സെക്ഷൻ 6.3 പ്രകാരം താങ്കൾക്ക് കൈമാറുന്നു, താങ്കളുടെ ഓഫീസ് മറുപടി നൽകേണ്ടതാണ്.
എന്നാണ് പറയേണ്ടത്. അപ്പോ അത് അങ്ങനെയാണെങ്കിൽ 5 ദിവസത്തിനകം ഇത് ചെയ്യണം എന്നാ പറയുന്നത്. എന്തിനാ കോപ്പി സൂക്ഷിക്കുന്നത്? എന്താ കാരണം മറ്റു സ്ഥലത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോപ്പി എടുത്ത് പിന്നെ അയക്കാം. ഇതുകൊണ്ട് അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഒരു കോപ്പിയും അതുപോലെ തന്നെ ആമുഖ കത്തിന്റെ കോപ്പിയും വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കിട്ടുന്ന 2ാമത്തെ സ്ഥാപനം 30 ദിവസത്തിനകം മറുപടി കൊടുക്കുക. ഇതാണ് സെക്ഷൻ 6(3) പറയുന്നത്. ഇതിന് പകരം DM ഓഫീസിന്, DHS ഓഫീസിന് എല്ലാ സാധനവും താഴോട്ട് എല്ലാ GM എല്ലാ മെഡിക്കൽ ഓഫീസിലേക്ക്, അവിടുന്ന് എല്ലാ മെഡിക്കൽ ഓഫീസിനും എല്ലാ കീഴ്ഘടക സ്ഥാപനങ്ങളിലേക്കും അങ്ങനെ അയക്കുന്നതാണ് നമ്മുടെ ഭൂരിപക്ഷം അപേക്ഷകളും ഇവിടെ കാണുന്നത്. അപ്പോൾ സെക്ഷൻ 6(3) അങ്ങനെ പറയുന്നില്ല. അപ്പൊ ഞാൻ ഇതുവരെ ചെയ്തു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അപേക്ഷയിൽ ഞാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കാലത്തും അപ്പലേറ്റ് അതോറിറ്റി ആയ കാലത്തും ചെയ്യുന്നത് എന്താണ്? ഈ അപേക്ഷ നിയമപരമല്ല. സെക്ഷൻ 6(3) പ്രകാരം കൈമാറിയില്ല എന്ന് എഴുതിയാൽ മതി. ഈ അപേക്ഷ നിയമപരമല്ല, സെക്ഷൻ 6(3) പ്രകാരം കൈമാറിയ ഒരു അപേക്ഷയല്ല, അതിന് വിവിധ കീഴ്ഘടക സ്ഥാപനങ്ങളിലേക്കാണ് അയച്ചിരിക്കുന്നത്, ഒരു മറുപടിയും നൽകേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി അതിൻ്റെ അകത്ത് ഒപ്പിട്ട് അങ്ങ് സെക്ഷനിൽ കൊടുക്കും. ചിലപ്പോൾ സെക്ഷൻ ക്ലാർക്ക് പിന്നെയും നോട്ട് ഫയലായിട്ട് പിന്നെയും വരും, ഇത് മറുപടി നൽകണമോ വേണ്ടിയോ നിർദ്ദേശിച്ചാലും എന്നൊക്കെ പറഞ്ഞാലും നോട്ട് ഫയലിൽ ഞാനിത് ഇത് തന്നെയാണ്, ഇത് ഈ അപേക്ഷ നിയമപരമല്ല, വിവിധ കീഴ്ഘടക സ്ഥാപനങ്ങളിലേക്കാണ്, ഇത് മറുപടി നൽകേണ്ടതില്ല. ഇങ്ങനെ നമ്മൾ ധൈര്യം കാണിച്ചാണെങ്കിൽ അതിന് പഠിക്കാനൊന്നുമില്ലല്ലോ, നമ്മൾ തരം പ്രകാരം ചെയ്യുന്നത്. നമുക്കും പഠിക്കാനില്ല. എന്താ കാരണം? നമ്മൾ ഈ അപേക്ഷയ്ക്ക് മറുപടി പറയേണ്ട ആളല്ല, അത് DHS-ലെ ഓഫീസർ മറ്റോ ആണ്. അദ്ദേഹം വെറുതെ അദ്ദേഹത്തിന്റെ പണി വെറുതെ നിയമമര്യാദയ്ക്ക് പഠിക്കാതെ നമ്മളെ ആക്കിയിരിക്കുകയാണ്. അപ്പൊ അത് ഡീൽ ചെയ്ത് തുടങ്ങിയാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ കുറേ തീരും. സെക്ഷൻ 6(3) പ്രകാരം ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ ഇത് മാത്രമേ നമ്മൾ പിന്നെ മറുപടി പറയേണ്ടതുള്ളൂ. വിവിധ കീഴ്ഘടക സ്ഥാപനങ്ങളിലേക്കുള്ളത് മറുപടി പറയേണ്ടത് വെച്ചാൽ സർക്കാരിനും ഓരോ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും അപേക്ഷ അയച്ചിട്ട് 10 രൂപ കിട്ടേണ്ടതാണ്. സർക്കാരിന് കിട്ടുന്ന പൈസ കൂടിയാണ് ഇങ്ങനെ നമ്മൾ വെറുതെ ഉത്തരം നൽകുന്നതുകൊണ്ട് നഷ്ടപ്പെടുന്നത്. അതുകൊട്ടെ ഈ ഒരു ധൈര്യം കാണിച്ചാൽ നമ്മുടെ അപേക്ഷകളുടെ എണ്ണം കുറേ കുറയും. മറ്റൊന്ന്, വേണമെങ്കിൽ നമുക്ക് ഈ വിവിധ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സ്ഥാപനങ്ങളിലെ കീഴ്ഘടക സ്ഥാപനങ്ങളെ അഡ്രസ് കൊടുക്കാൻ ഒരിക്കലും വിവരാവകാശ കമ്മീഷൻ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മെയിലിൽ അത് കൊടുത്തേച്ചാൽ. ഇനി അപേക്ഷ അയക്കൽ എങ്ങനെയാ? അപേക്ഷ അയക്കൽ ഒരു വെള്ളക്കടലാസിൽ അപേക്ഷ, പ്രത്യേക പ്രൊഫോം വേണമെന്നില്ല, വെള്ളക്കടലാസിൽ അപേക്ഷ 10 രൂപ ഫീസ്, അത് കോഡ് ഫീസ് ആകുമ്പോൾ ഒട്ടിച്ചാൽ മതി കേരളത്തിൽ. കൂടാതെ വിവരാവകാശ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ 10 രൂപ അടച്ച് ചലാനാക്കിയാൽ മതി. പിന്നെ ഇതില്ല, എന്താ പറയുക, ചെക്ക്, ബാങ്കേഴ്സ് ചെക്ക്, ഡ്രാഫ്റ്റ്, ഈ സാധനങ്ങൾ അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്താൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് സ്വീകരിക്കണം, നമ്മുടെ ബാങ്ക് ഔട്ട്ലെറ്റിലോട്ട് മാറണം. പിന്നെ അതൊക്കെ സ്വീകരിക്കണം. 10 രൂപ മതി അപേക്ഷ വയ്ക്കാൻ വേണ്ടി. വെള്ളക്കടലാസിൽ ഏത് രേഖയാണ് വ്യക്തമായിട്ട് ആവശ്യം പറഞ്ഞാൽ, നമ്മൾ ആവശ്യമാണെങ്കിൽ, നമ്മൾ അപേക്ഷകനാണെങ്കിൽ നമ്മൾ പൂർണ്ണമായ മേൽവിലാസം, ഫോൺ നമ്പർ വെച്ചോളൂ, മെയിൽ ID വെച്ചോളൂ, കാരണം വേഗത്തിൽ ഉത്തരം കിട്ടാൻ സഹായിക്കും. ടു ദ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇൻ കൊടുക്കേണ്ടത്. ഇനി ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണെങ്കിൽ ഇൻഫർമേഷൻ ഓഫീസർ. നമ്മുടെ സ്ഥാപനത്തിൽ ഇൻഫർമേഷൻ ഓഫീസർ പേരെന്താ? സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. അപ്പോൾ ഇതൊരു മിസ്നോമറാണ്, ശ്രദ്ധിക്കണം. സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സ്റ്റേറ്റ് ലെവൽ ഓഫീസർ അല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് മാത്രമേ അർത്ഥമുള്ളൂ. പിന്നെ സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനല്ല, സെൻട്രൽ ഗവൺമെന്റ് ഡൽഹിയിലുള്ള ഉദ്യോഗസ്ഥനല്ല, ഒരു സെൻട്രൽ ഗവൺമെന്റ് ഓഫീസിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് മാത്രമേ അർത്ഥമുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റേറ്റ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ വെക്കാം, സാപ്പിയോ. സെൻട്രൽ ഗവൺമെന്റ് ഓഫീസിലും വേണമെങ്കിൽ സ്കാപ്പിയോ എന്നുണ്ട്, സെൻട്രൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ വെക്കാം. ഇത് ഓപ്ഷനിലാണ്, പക്ഷെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. ഒരു അപ്പലേറ്റ് അതോറിറ്റി വേണം. ഈ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അതോറിറ്റി നിയമത്തിൽ തന്നെ നമുക്ക് വേണം. അത് നമ്മൾ സെയിം ഓഫീസ് തന്നെ ഒരാളാക്കേണ്ടതുകൊണ്ട് നമ്മൾ 2ാം നിര ഓഫീസർമാർ ഒരാൾ ഇതാക്കുക, സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആവുക, സ്ഥാപന മേധാവി അപ്പലേറ്റ് അതോറിറ്റി ആവുക. നല്ല പ്രൊസീജിയറാണ് ഇപ്പം നമ്മൾ പാലിക്കുന്നത്, അത് തുടർന്നാൽ മതി. ഇനി സ്ഥാപന മേധാവി ആണ് SPIO എങ്കിൽ അടുത്ത ഓഫീസ് ജില്ലാ മെഡിക്കൽ ഓഫീസോ അങ്ങനെ ആരെങ്കിലും അപ്പലേറ്റ് അതോറിറ്റി ആക്കി വെക്കേണ്ടി വരും. അത് അസൗകര്യമാണ്, ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അപേക്ഷ കിട്ടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ടൈമർ എന്തെങ്കിലും അല്ലെങ്കിൽ ഡയറിയിൽ കുറിച്ച് വെക്കുക. 30 ദിവസത്തിനകം മറുപടി കൊടുക്കണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സെക്ഷനായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ഓർമ്മിക്കേണ്ടത് എന്ത് രേഖയാണ് കൊടുക്കാൻ പറ്റുക, അതാണ് ഈ പറഞ്ഞ ഉത്തരത്തിന് എന്ത് രേഖയാണ് കൊടുക്കാൻ പറ്റുക. ആ രേഖയുടെ പകർപ്പ് കൊടുക്കലാണ് ശരിയായ വിവരാവകാശ നിയമത്തിലുള്ള നടപടി. എന്നാൽ ചിലപ്പോൾ നമുക്ക് എളുപ്പപ്പണി ഒരു രേഖ പറഞ്ഞപ്പോൾ പറയാം, സ്റ്റേറ്റ് TB ഓഫീസറുടെ പേരെന്താണ്, ഇത് നമുക്ക് എഴുതി കൊടുക്കുന്ന സൗകര്യം. അപ്പോൾ
എന്ത് ചെയ്യാം, നമ്മൾ രജിസ്റ്റർ നോക്കിയിട്ട് അതിൻ്റെ അകത്ത് രജിസ്റ്റർ പകർപ്പ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ സ്റ്റേറ്റ് ഓഫീസർ ഇന്നലെ ഡോക്ടർ രാജാറാം കേൾക്കേണ്ടത് ഫുള്ളായിട്ട് അവിടെ ഉണ്ടാവും. അപ്പം അതിൻ്റെ കോപ്പി കൊടുത്താൽ 2 രൂപ ഇപ്പോൾ ചാർജ് പണിക്ക് അവരോട് നമുക്ക്. അപ്പോൾ അത് കൊടുക്കാൻ അവർ എഴുതി കൊടുക്കാന്ന് വെച്ചോ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ സ്ഥാപനത്തിൽ സൂക്ഷിച്ച അറ്റൻഡൻസ് രജിസ്റ്റർ പ്രകാരം പേര് ഡോക്ടർ രാജാറാം കേൾക്കേണ്ടിയിൽ നിന്നാണ്. അല്ലെങ്കിൽ ഇദ്ദേഹം ജോയിൻ ചെയ്തപ്പോഴുള്ള RTC പ്രകാരം പേര് ഇന്നതാണ് എഴുതി കൊടുത്തത്. എന്താ അറിയാം, പിന്നെ ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും KK എന്നെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അബദ്ധം പറ്റിയത് എന്ന് ഈ കമ്മീഷൻ മനസ്സിലാവും. കരുതിക്കുട്ടി ചെയ്തതല്ല എന്ന് കമ്മീഷന് മനസ്സിലാവുന്നതുകൊണ്ട് അങ്ങനെ രേഖ കൊടുക്കുന്നതാണ് ഐഡിയൽ. രേഖയല്ല കൊടുക്കുന്നതെങ്കിൽ ഏത് രേഖയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഉത്തരം കൊടുക്കണം എന്ന് പറയാം. രേഖ കൊടുക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ അങ്ങനെ രേഖ, ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുന്നത് എന്തുകൊണ്ടാണ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ഇടയിൽ അഴിമതി വർദ്ധിച്ചു വരുന്നുണ്ടോ, ഇങ്ങനെ ചോദിച്ച് ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ. അതൊക്കെല്ലാം ഇത്തരത്തിൽ ഒരു രേഖ, താങ്കൾ ആവശ്യപ്പെട്ട പ്രകാരമുള്ള രേഖ മുഴുവനായി ഉത്തരം നൽകാൻ രേഖ ഈ സ്ഥാപനത്തിൽ ലഭ്യമല്ല, താങ്കൾക്ക് ഏത് രേഖയാണ് ആവശ്യം എന്ന് അറിയിക്കുക എന്നിട്ട് മറുപടി കൊടുത്താൽ മതി. ഇനി മറുപടി കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ പറയാം, ഇപ്പം ഒരു പേജ് കൊടുക്കുന്നു, ഇപ്പം എന്താ പറയണ്ടേ, ഒരു PNDT സർട്ടിഫിക്കറ്റ് ആണ് വെച്ചോ. ഇന്ന സ്ഥാപനത്തിൻ്റെ PNDT സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട ഒരാൾ അപേക്ഷ തരുന്നു. അപ്പം നമ്മൾ അത് കൊടുക്കുന്നു, വിവരാവകാശ പ്രകാരം കൊടുക്കുന്നു. അപ്പം നമ്മളിപ്പം ഒരു പേജിന് 2 രൂപ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം ഒരു പേജുള്ള രേഖയാണിത്, അതുകൊണ്ട് ഇതിനെ 2 രൂപ അടക്കേണ്ടതാണ്. അല്ലെങ്കിൽ അമോക്സിലിൻ സാമ്പിൾ ആവശ്യപ്പെട്ടവരോട് ഇത് നമ്മുടെ രേഖകൾ പ്രകാരം ഇത് 70 രൂപ വിലക്ക് സർക്കാർ വാങ്ങിച്ചതാണ്, അതിനാൽ 70 പൈസ വിലക്ക് സർക്കാർ വാങ്ങിച്ചതാണ്, അതിനാൽ ഒരു ഗുളികയ്ക്ക് 70 രൂപ എന്ന പ്രകാരത്തിൽ താങ്കൾ പണം അടക്കേണ്ടതാണ്. ഒരു കത്താണ് അയക്കേണ്ടത്. അപ്പോൾ ഈ കത്ത് ഇന്നിപ്പം ഇന്നൊരു അപേക്ഷ കിട്ടി, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാന്ന് വെച്ചോ, ജൂലൈ 12-ാം തീയതി 12-ാം തീയതി അപേക്ഷ കിട്ടി, അല്ലെ 13-ാം തീയതി നമ്മൾ ഡീൽ ചെയ്യുന്ന വെച്ചോ. അപ്പോൾ നമുക്ക് ഇയാൾക്ക് മറുപടി നൽകാൻ എത്ര സമയമുണ്ട്? അടുത്ത മാസം 30 ദിവസമാണ്. നമ്മൾ അത് ഓഗസ്റ്റ് 22-ന് കൊടുത്താൽ മതി. ആ ദിവസങ്ങൾ നമ്മളത് ഈ ഫയൽ നമ്മുടെ കയ്യിലല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ഫയലിൽ നിന്ന് ആക്ഷനാണ് വരേണ്ടത്. അതുകൊണ്ട് അത് ഒരു ഹോളിഡേ പോലെ കണക്കാക്കാം. ഈ ദിവസങ്ങൾ ഉൾപ്പെടുത്തേണ്ടതല്ല. ഇനി മറുപടി കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയാം, മറുപടി കൊടുക്കുക. പിന്നെ അദ്ദേഹം പൈസ അടിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മറുപടി അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ മെയിൽ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിൽ എപ്പോൾ നോക്കേണ്ട കാര്യമുണ്ട്, ഒന്ന് കാര്യങ്ങൾ പറയാം. താങ്കൾ ആവശ്യപ്പെട്ട ചോദ്യോത്തരമായി ഇന്ന രേഖകൾ അയക്കുന്നു. കൂടാതെ എന്തെല്ലാം ഉൾപ്പെടുത്തണം? ഒന്ന്, പിന്നെ ഈ മറുപടിയെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അപ്പലേറ്റ് അതോറിറ്റി ആയ ഇന്നയാൾക്ക്, മെഡിക്കൽ ഓഫീസർ, ഇന്ന PHC എന്നിവർക്ക് 30 ദിവസത്തിനകം സൗജന്യമായി അപ്പീൽ നൽകാവുന്നതാണ്. അതാണ് മറുപടിയിൽ നമ്മൾ നിർബന്ധമായിട്ട് വെക്കേണ്ട കാര്യം. ഇനി കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഇപ്പൊ PNDT സർട്ടിഫിക്കറ്റ് കോപ്പി ആണെങ്കിൽ അതിനടിയിൽ ട്രൂ കോപ്പി എന്ന് വെച്ചാൽ നമ്മൾ ഗസ്റ്റ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണമെന്നില്ല, വിവരാവകാശ നിയമപ്രകാരം നൽകുന്നത് എന്ന് പറഞ്ഞിട്ട് സീൽ വെച്ചിട്ട് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സീൽ വെച്ച് കൊടുത്താൽ മതി. ഒന്നാമത്തെ പറഞ്ഞില്ലേ ഞാൻ അപേക്ഷ പൈസ അടക്കാൻ വേണ്ടി ആവശ്യപ്പെടണം, അത് അങ്ങനെ മറുപടി കൊടുക്കുമ്പോഴും അതിലും പറയണം താങ്കൾ 3 രൂപ 2 രൂപയാണ് അടക്കേണ്ടത്, അത് പിന്നെ ഇങ്ങനെ, അതുകൊണ്ട് ഇന്ന ദിവസത്തിനുള്ളിൽ കഴിയുന്ന വേഗം അടച്ചാൽ മറുപടി നൽകുന്നതാണ്. എന്നിട്ട് പറയണം ഈ മറുപടിയെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അപ്പലേറ്റ് അതോറിറ്റി ഇന്നയാൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതെന്താ അങ്ങനെ ഉൾപ്പെടുത്താൻ കാരണം, ഈ പൈസ കൂടുതലാണോ കുറവാന്നുള്ള കാര്യമോ അപ്പീലിന് കാരണമാവുന്നുള്ളതുകൊണ്ട് എല്ലാ മറുപടിയിലും ഒരു ശീലമാക്കണം അപ്പലേറ്റ് അതോറിറ്റി ആരാണ്. ഇനി അപ്പലേറ്റ് അതോറിറ്റിയുടെ പണി എന്താ? അപ്പോൾ ഒരു സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു അപേക്ഷ നിരസിച്ചാൽ പിന്നെ ഇതേ അപേക്ഷ ആണ് അപേക്ഷകൻ അപ്പലേറ്റ് അതോറിറ്റിക്ക് സമർപ്പിക്കേണ്ടത്, ഇതേ അപേക്ഷയുടെ മറുപടി കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഉത്തരത്തിന്റെ അടിസ്ഥാനത്ത് ഭേദഗതി ചെയ്ത ചോദ്യം അപ്പീലിൽ വരുന്നില്ല. അപ്പോൾ അപ്പലേറ്റ് അതോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം 30 ദിവസത്തിനകം മറുപടി കൊടുക്കണം. മറുപടി കൊടുക്കുമ്പോൾ 3 ഓപ്ഷൻസ് ആണ്. ഒന്ന്, മറ്റേ SP പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിരസിക്കേണ്ട കാര്യം തന്നെയാണെങ്കിൽ താങ്കൾ അപേക്ഷ വീണ്ടും നിരസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറുപടി കൊടുക്കുക.
അതിലിങ്ങനെ മറുപടി കൊടുക്കേണ്ടത് താങ്കളുടെ അപേക്ഷ വീണ്ടും നിരസിക്കുകയും സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഉത്തരവ് ശരിവെക്കുകയും ചെയ്യുന്നു. ഈ തീരുമാനത്തെപ്പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ താങ്കൾക്ക് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 90 ദിവസത്തിനകം സൗജന്യമായി അപ്പീൽ നൽകാവുന്നതാണ്. ഇത് നിരസിക്കുകയാണെങ്കിൽ, രണ്ടുപേരും നിരസിക്കുകയാണെങ്കിൽ, അനുവദിക്കുകയാണെങ്കിൽ എന്താ വഴി? അനുവദിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല വഴി അയാളുടെ നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ്റെ അടുത്ത് ഫയൽ മേടിക്കുക, എന്നിട്ട് നേരിട്ട് നമ്മൾ തന്നെ കൊടുത്തേക്കുക അപ്പല്ലറ്റ് അതോറിറ്റി, വേറെ ഒരു വഴിക്ക് അയക്കാനാക്കണ്ട. പിന്നെ ഒരു വഴി ദൂരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത്ര ദിവസത്തിനകം കൊടുത്തിരിക്കണമെന്ന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നിർദ്ദേശം കൊടുക്കുക, അതൊരു വഴി. ഇനിയിപ്പം ഇതിനിടയ്ക്ക് 30 ദിവസം കഴിഞ്ഞു പോയെങ്കിൽ ഒരു അപേക്ഷ ന്യായമാവുകയും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിഷേധിക്കുകയും ചെയ്തു, അപ്പല്ലറ്റ് അതോറിറ്റി പറയാണ് അത് കൊടുക്കണം. അപ്പോൾ പിന്നെ ആ പൈസ ഒരു പേജിന് 3 രൂപ എന്നുള്ള പൈസയോ ഒറിജിനൽ കോസ്റ്റോ വാങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം. 30 ദിവസം കഴിഞ്ഞ വിവരമെല്ലാം സൗജന്യമായിട്ട് കൊടുക്കേണ്ടതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് എപ്പോഴാണ് നമ്മൾ നിരസിക്കേണ്ടത്? ഒന്ന്, നമുക്ക് രേഖ കയ്യില്ലാത്തപ്പോൾ, താങ്കൾ ആവശ്യപ്പെട്ട ഒരു രേഖ ഈ സ്ഥാപനത്തിൽ ലഭ്യമല്ല, അതുകൊണ്ട് നിരസിക്കാം. 2, താങ്കൾ ആവശ്യപ്പെട്ട ഏത് രേഖയില്ലാത്ത, ഇപ്പം പറഞ്ഞാൽ അഴിമതി കൂടി വരുന്നുണ്ടോ എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെ ഒപ്പീനിയൻ ചോദിക്കാനൊന്നും വിവരാവകാശ നിയമം പറയുന്നില്ല. ഒരു സാധാരണ ഉദ്യോഗസ്ഥനാണ് നമ്മൾ വിവരാവകാശ ഓഫീസർ ആക്കിയിരിക്കുന്നത്. ഒരു രേഖ എടുത്ത് കോപ്പി എടുത്ത് കൊടുക്കാന്നല്ലാണ്ട് അത് വ്യാഖ്യാനിക്കേണ്ടെന്നും അദ്ദേഹത്തിന് പറ്റില്ല. അപ്പോൾ അങ്ങനെ അഭിപ്രായങ്ങൾ കൊടുക്കണ്ട, വ്യാഖ്യാനങ്ങൾ കൊടുക്കണ്ട, രേഖ അതുപോലെ കൊടുക്കുക, അല്ലെങ്കിൽ മെറ്റീരിയൽ അതുപോലെ കൊടുക്കുക, വർക്ക് അതുപോലെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം താങ്കൾക്ക് ഏത് രേഖയാണ് ആവശ്യപ്പെടുന്നതെന്ന് അറിയിക്കുക. അതുകൊണ്ട് തൽക്കാലം അപേക്ഷ നിരസിക്കുന്നു, വ്യക്തമായിട്ട് താങ്കൾ ഏതെങ്കിലും രേഖ ആവശ്യപ്പെട്ടാൽ നൽകുന്നതാണ് എന്നിട്ട് അങ്ങനെ മറുപടി കൊടുക്കാം. ഇനി കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പറയാം. ഒന്ന്, സെക്ഷൻ 7 സബ്സെക്ഷൻ 9. ഞാൻ 7(9) ചുരുക്കി പറയുന്നേ. സാർ ഓഡിയോ ഡിസ്റ്റർബൻസ് ഉണ്ട് സാർ. ഇത് നെറ്റ്വർക്കിന്റെ എന്തൊരു ഇതൊക്കെ പ്രശ്നം. നെറ്റിലുണ്ട്, എന്നാൽ ഇപ്പെടുത്തപ്പെട്ട വിവരം നമ്മൾ കൊടുക്കണമെന്നില്ല. അത് ബെസ്റ്റ്. ഒരു മിനിറ്റ്, ഇപ്പൊ ട്രൈ ചെയ്താ ഇപ്പൊ നോക്കാം. ഓക്കെ ആയോ? ഒരു മിനിറ്റ്, ഞാൻ നെറ്റ് കണക്ഷൻ മാറ്റണം. നെറ്റ് കണക്ഷനിൽ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് സാർ, കുറച്ച് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഓഫ്ലൈനിൽ പോകുന്നേ. ഒരു മിനിറ്റ്, ഞാനൊരു വൈഫൈയിലേക്ക് മാറ്റുന്നതാണ്. ഓക്കെ സാർ. ഓക്കെ. ആ റൂമിലെ മോഡുള്ള ആ റൂം കിട്ടും. എന്താ ഒന്ന് എടുത്തുതരാം. രാഗം അതല്ല, മഞ്ഞ വലുതായിരുന്നു. ഹലോ, ഓഡിബിൾ ആണോ? അതെ സാർ, പറഞ്ഞു. ഓക്കെ.
നമ്മൾ പറഞ്ഞത് റിജക്ഷൻ ക്ലോസസ് ആണ്. ഞാൻ പറഞ്ഞു തീർക്കാം. സെക്ഷൻ 8 സബ്സെക്ഷൻ 1 ക്ലോസ് ചെയ്യും. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് പരസ്പര വിശ്വാസാധിഷ്ഠമായ ബന്ധത്തിൽ വെളിപ്പെടുത്തപ്പെട്ടത്. പ്രധാനമായിട്ടും രോഗി ഡോക്ടറോട് പറഞ്ഞ കാര്യം, അത് ചികിത്സയ്ക്ക് വേണ്ടിയാവാം, വൂണ്ട് സർട്ടിഫിക്കറ്റ് എന്നതിന് മുന്നോടിയായിട്ടാവാം, അല്ലെങ്കിൽ മരിച്ച ശേഷം നമ്മുടെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ആവാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠമായ ബന്ധം നമുക്ക് ഊഹിക്കാം. അപ്പം ഡങ്കണ്ണ സർട്ടിഫിക്കറ്റ്, പൊട്ടൻഷ്യൽ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ അതിൻ്റെ അകത്ത് വരാം. ഡോക്ടർ എന്നുള്ള നിലക്കാണ് നമ്മൾ പരിശോധിക്കുന്നത്, നമ്മുടെ വിവരങ്ങൾ പറയുന്നതും. അപ്പോൾ ആ കാര്യങ്ങൾ 8.1 സാധാരണഗതിയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആവശ്യം വരുന്നത് 8.1 നിങ്ങൾ ഒരു കോഡ് ഓർമ്മിച്ചോളൂ. ജാതി, അതായത് രോഗി പിന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ, സ്റ്റേറ്റ് AB ഓഫീസറുടെ ജാതി എന്താണ്. അപ്പോൾ അതിൽ ഒരു എക്സെപ്ഷൻ പറയുന്നുണ്ട്. ഈ 2 കാര്യത്തിലും പൊതു താല്പര്യം അപേക്ഷയിലുണ്ടെങ്കിൽ അത് നോക്കി നമുക്ക് വേണമെങ്കിൽ ജഡ്ജ് ചെയ്ത് കൊടുക്കാം. അബ്സല്യൂട്ട്ലി കൊടുക്കാൻ പാടില്ല എന്ന് Eയിലും Jയിലും പറയുന്നില്ല. അപ്പം ജാതി ചോദിക്കുന്നു, മെഡിക്കൽ ഓഫീസറുടെ ജാതി എന്താണ്. ഒരു ചിലപ്പോൾ നമ്മൾ പിന്നെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെ ഇൻസൾട്ട് ചെയ്യാനൊക്കെ ഇങ്ങനത്തെ സബോർഡിനേറ്റ്സ് ചോദ്യം ചോദിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ അനാവശ്യ സ്വകാര്യത. ഫാർമസിസ്റ്റിൻ്റെ വീട്ട് അഡ്രസ്സ്, ഇത് റിയൽ സംഭവമാണ്. കണ്ണൂർ PSC മേക്കുന്നിൽ നമ്മുടെ NCD ഡ്രഗ്സ് 3 മാസത്തേക്ക് കൊടുക്കാൻ പറഞ്ഞപ്പം ഒരു ആക്ടിവിസ്റ്റ് ചെയ്ത പണിയാണ്. ഫാർമസിസ്റ്റിൻ്റെ വീട്ട് അഡ്രസ്സ്, പിന്നെ അദ്ദേഹം പിന്നെ പ്രൊവിഡന്റ് ഫണ്ടിൽ നിക്ഷേപിക്കുന്ന തുക, ഇതൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് 8.1 പ്രകാരം നിരസിച്ചുകൊണ്ട് കുറേ ചോദ്യങ്ങൾ പറയണ്ടായിരുന്നു. 789 പ്രകാരം നിരസിച്ചു, 8.1 പ്രകാരം നിരസിച്ചു. അപ്പോൾ നമ്മൾ 7.9 പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. 7.9 എന്ന് നമ്മൾ പറഞ്ഞത് മനുഷ്യ ഉപശേഷി വൻതോതിൽ വഴിതിരിച്ചു വിട്ട് നൽകേണ്ട ഉത്തരങ്ങൾ നൽകേണ്ടതില്ല. അപ്പോൾ ഉദാഹരണം 100 ക്വസ്റ്റ്യൻസ് പല സെക്ഷനെ കളക്ട് ചെയ്തെടുക്കേണ്ട 100 ക്വസ്റ്റ്യൻസ് അതൊന്നും കൊടുക്കേണ്ട. 7.9 പ്രകാരം നിരസിക്കാൻ വേണ്ടത്. ഇനി സെക്ഷൻ 8.1 പറഞ്ഞു പരസ്പര വിശ്വാസ അധിഷ്ഠിത ബന്ധമാണ്. അതിപ്പോൾ പറഞ്ഞാൽ ഒരാളുടെ ബാങ്ക് ലോക്കർ, ബാങ്ക് വിവരങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് 8.1 തന്നെ പെടുത്താം. നമ്മൾ പരസ്പര വിശ്വാസ വെളിപ്പെടുത്തപ്പെട്ട വിവരമാണത്. മറ്റൊന്ന് 8.1 പറഞ്ഞു ജാതി പോലത്തെ സ്വകാര്യത, ജാതി, വീട്ട് അഡ്രസ്സ്, അങ്ങനെ പിന്നെ അങ്ങനെ പ്രൊവിഡന്റ് ഫണ്ട് നോമിനി, വനിതകളുടെയൊക്കെ പ്രത്യേകിച്ച് പ്രൊവിഡന്റ് ഫണ്ട് നോമിനി ആരാണെന്നുള്ള ചോദ്യം, ഇങ്ങനത്തെ കാര്യമൊക്കെ നമുക്ക് പിന്നെ കേസ് ഷീറ്റുകൾ 8.1 പ്രകാരം കൊടുക്കേണ്ട, 8.1 പ്രകാരം കൊടുക്കേണ്ട. മറ്റ് സ്വകാര്യ കാര്യങ്ങൾ 8.1 പ്രകാരം കൊടുക്കേണ്ട. ഇതാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. 8.1 കൂടി ഓർമ്മിച്ചോളൂ. ജി എൻ്റെ കോഡ് ഗോവ എന്നാണ്. ഗോവ തുടങ്ങുന്ന ജിയിലാണ്. 8.1 സ്മോൾ ലെറ്റർ G ആണ് ഉപയോഗിക്കാറ്. ഇതിനൊക്കെ തന്നെ ക്ലോസിനൊക്കെ ABCD സ്മോൾ ലെറ്റർ ഉപയോഗിക്കുന്നത്. 8.1 സ്മോൾ G എന്താ പറയുന്നത്? അത് പറയുന്നത് വെച്ചാൽ നമുക്ക് നിയമം നടപ്പാക്കുന്ന ഒരു അധികാരിക്ക് ഒരാൾ രഹസ്യ വിവരം കൊടുത്തു. ആ രഹസ്യ വിവരം കൊടുത്ത ആളെ പറ്റിയുള്ള വിവരാവകാശ പ്രകാരം മറ്റൊരാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റൊന്ന് ഏതെങ്കിലും ആളുടെ ശരീരത്തിനോ മരണം കാരണമാകുന്നതോ ശരീരത്തിന് അപകടം ഉണ്ടാകുന്നതോ ആയിട്ടുള്ള വിവരങ്ങൾ, അതായത് പലപ്പോഴും നമുക്ക് എന്തെങ്കിലും പിന്നെ പബ്ലിക് നൽകിയ പരാതിയൊക്കെ ഈ കാരണം കൊണ്ട് നമുക്ക് കുളായിട്ട് ഒരാൾക്ക് വിവരാവകാശ പ്രകാരം കൊടുക്കാതിരിക്കാം. എന്താ പറയുന്നത്? G നിയമനിർമ്മാണ ഏജൻസികൾക്ക് വിവരം നൽകിയ ഒരാൾ, അല്ലെങ്കിൽ ഒരാൾ വിവരം നൽകിയാൽ ഒരാളുടെ ശരീരം, ജീവൻ എന്തെങ്കിലും അപകടം പറ്റുന്നുള്ള കാര്യത്തിൽ 8.1 കൊടുക്കണ്ട. G എന്നുള്ള ഗോവ ഓർമ്മിക്കാൻ ഒരു ഇത് ഹിന്റ് പറഞ്ഞുതരാം. പണ്ടൊരിക്കൽ 3 പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങി രാപ്പാടി പക്ഷിക്കൂട്ടം എന്നുള്ള പാട്ടൊക്കെ പാടി ഒരു ട്രാൻസിൽ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്ത് അവസാനം ഗോവയിൽ നിന്നപ്പോഴും പിന്നെ അവർ അധോലോക സംഘത്തിന് പിടിയിൽപ്പെട്ടു. അപ്പോൾ എൻ്റെ അവിടുത്തെ ഈ സംഘത്തിൽ ഏതൊരാൾക്ക് മനസാക്ഷി കുത്തു തന്നിട്ട് അവർ പോലീസിനെ അറിയിച്ചു. അദ്ദേഹം കുട്ടികൾ രക്ഷപ്പെട്ടു. പക്ഷേ ആ പാർട്ടിനെ വെടിവെച്ച് കൊന്നു കളഞ്ഞു. അവർ അധോലോക സംഘങ്ങൾ, മറ്റു സംഘങ്ങൾ വെടിവെച്ച് കൊന്നു കളഞ്ഞു. ഇതാണ് ഞാൻ ഓർമ്മിക്കാൻ ട്രിക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. 8.1 ഇതും ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും. പിന്നെ നമ്മുടെ ഇതിലെ മറ്റേ D&O ട്രേഡ് ഹോട്ടലുകളെ പറ്റി പരാതി കൊടുത്ത ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് വിവരാവകാശം ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. 8.1 Jയും Gയും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. 8.1 പറഞ്ഞുതരാം. പീപ്പിൾ എബ്രോഡ് ഓർമ്മിച്ചാൽ മതി. എബ്രോഡ് വിദേശത്തുള്ള ആളുകളെ ബാധിക്കുന്ന വിവരങ്ങൾ. പിന്നെ അട്രോസിറ്റീസ്, അറ്റാക്സ് ഓർമ്മിച്ചോളൂ. ഏതെങ്കിലും സെക്ഷനെതിരായിട്ട് അക്രമത്തിന് കാരണമായിട്ടുള്ള വിവരങ്ങൾ. മനസ്സിലായില്ല? അത് നമുക്ക് ആവശ്യം വരാറില്ല, എന്നാൽ ഓർമ്മിച്ചോ. Aയിൽ തുടങ്ങുന്ന കാര്യങ്ങളാണ്. അട്രോസിറ്റീസ് ഓർ അറ്റാക്സ് ഓൺ എനി സെക്ഷൻ ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ പീപ്പിൾ എബ്രോഡ് ഇവരെ ബാധിക്കുന്ന കാര്യങ്ങൾ 8.1 പ്രകാരം നിരസിക്കാം. 8.1 ഭയങ്കര എളുപ്പമാണ്. ബാർ ഓർമ്മിച്ചാൽ മതി. മമ്മൂട്ടി വന്നതായ ബാർ. കോടതി വിലക്കിയ കാര്യങ്ങൾ സെക്ഷൻ 8 സബ്സെക്ഷൻ 1 സ്മോൾ B ക്ലോസ്, അത് പ്രകാരം കൊടുക്കേണ്ട ആവശ്യമില്ല. സെക്ഷൻ 8 സബ്സെക്ഷൻ 1 ക്ലോസ് C അതും എളുപ്പമാണ്. കൗൺസിൽസ് കൊടുക്കേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ മുമ്പത്തെ മാസം എഴുതിയ ജേർണലിൽ ഉണ്ട്, നമ്മളെ ചോദ്യോത്തരമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം 8.1 C എന്താ? കൗൺസിലുകൾ, നിയമനിർമ്മാണ സഭകൾ വിലക്കിയ അതിന് അലക്ഷ്യമാകുന്നതോ അല്ലെങ്കിൽ അവർ കൊടുക്കരുതെന്ന് വിലക്കിയോ ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ അകത്ത് വരുന്നില്ല. പിന്നെ നിയമസഭ, പാർലമെന്റ്, രാജ്യസഭ, ലോക്സഭ, രാജ്യസഭ ഇത് വരുന്നുണ്ട്. പിന്നെ മറ്റു സംസ്ഥാനങ്ങളാണെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്, അസംബ്ലിക്ക് പുറമെ അതും നിയമനിർമ്മാണ സഭ എന്നുള്ള
നിർവചനത്തിൽ വരും. സി വന്നു. ഡി എന്താന്ന്? ഡി ഓർമ്മിക്കാൻ കൂടെ എളുപ്പമാണ്. സ്മോൾ ഡി ഓർമ്മിച്ചോ, ഡോളർ ഓർമ്മിച്ചാൽ. ഡോളർ ഇൻവോൾവ് ആയ കാര്യങ്ങൾ. എന്താ ഡോളർ ഇൻവോൾവ് ആയ കാര്യങ്ങൾ? ബിസിനസ് സീക്രട്സ്, ട്രേഡ് ഫോർമുലാസ്. ഇങ്ങനെ ഉണ്ടല്ലോ, കൊക്കോകോള ഫോർമുല. പെപ്സിക്കാരൻ ചോദിക്കുകയാണ്, കൊക്കോകോളൻ്റെ ഫോർമുല ഗവൺമെന്റ് എടുത്തിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് തരണം, ലൈസൻസ് എടുക്കുമ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ടെൻഡർ പൊളിക്കാൻ വേണ്ടിയിട്ട് 2 ആഴ്ച സമയം, അല്ല ഒരു 1.5 മാസം സമയം കിട്ടുന്നു കേട്ടോ. 1.5 മാസം സമയത്ത് 30 ദിവസത്തിനകം അത് പൊളിച്ചിട്ട് മറ്റേ കോമ്പറ്റീറ്റിംഗ് ഫേമിന്റെ ഡീറ്റെയിൽസ് എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട ആവശ്യമില്ല. 8(1) ഡി പ്രകാരം. അങ്ങനെ സംഭവിക്കില്ല. എന്നാലും പലപ്പോഴും ഇതൊക്കെ കമേഴ്ഷ്യൽ കോൺഫിഡൻസ്, ട്രേഡ് സീക്രട്ട്, ഒരു പ്രത്യേക മത്സരത്തിൽ ഫിനാൻഷ്യൽ പൊസിഷനെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ 8(1) സെക്ഷൻ 8 സബ്സെക്ഷൻ 1 ക്ലോസ് ഡി പ്രകാരം നമുക്ക് നിരസിക്കാൻ പറ്റും. ഈ ഓർമ്മ ഉണ്ടാവില്ല, നേരത്തെ പറഞ്ഞു, പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഡോക്ടർ രോഗി ബന്ധത്തെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ. എഫ് എന്താ പറയുന്നത്? ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം ഫോറിൻ കൺട്രീസ് ഇൻ സീക്രട്ട്. അത് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഉണ്ടാവും വധശിക്ഷ ഇവിടെ ഇന്ത്യയിലുണ്ട്, വിദേശ രാജ്യങ്ങളിൽ എവിടെയും ഇല്ല. അവരിപ്പം പ്രതിനെ കൈമാറുമ്പോൾ ചിലപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, വധശിക്ഷ കൊടുക്കാൻ പാടില്ല. ആ വിവരം എന്ത് കണ്ടീഷന് പുറത്താണ് ഈ പ്രതിയെ കൈമാറിയതെന്ന് വിദേശ രാജ്യം കൊടുത്ത വിവരം രഹസ്യമായി സൂക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മൾ കിട്ടൂല. ഒരുപക്ഷെ ദയാഹർജി പരിഗണിക്കുന്ന പ്രസിഡന്റിനായിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവും. അത് നമ്മൾ ചോദിച്ചാൽ കിട്ടൂല. എഫ് പറഞ്ഞ അവർ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും മറ്റു രാജ്യങ്ങളായിട്ട് ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഉള്ള കാര്യങ്ങൾ. ഇത് ഒരു ട്രിക് ക്ലോസ് മാത്രമേ ഉള്ളൂ, നമുക്ക് കാര്യമില്ല. ഇങ്ങനെ വേണേൽ മറക്കാം. ഇതൊക്കെ 1 ഇയും ജെയും ജിയും ഓർമ്മിച്ചാൽ മതിയായിരിക്കും. ഓക്കെ, ഇ പറഞ്ഞു, എഫ് പറഞ്ഞു, ജി നേരത്തെ പറഞ്ഞ ഇത് ആർക്കെങ്കിലും അപകടം ഉണ്ടാക്കുന്ന, ശരീരത്തിന് അപകടം ഉണ്ടാക്കുന്ന, മരണകാരണമാക്കുന്ന വിവരങ്ങൾ. മറ്റൊന്ന് നിയമപരമായ ഏജൻസികൾക്ക് വിവരം നൽകിയ ആൾക്കാരെ വിവരങ്ങൾ കൊടുക്കേണ്ട. 8(1) ജി. 8(1) എച്ചിന് എന്നാ കോഡ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഹൈക്കോർട്ട് ഓർമ്മിച്ചോ. ഹൈക്കോർട്ടിൽ നമ്മൾ ഒരു കേസ് അനാവശ്യമായിട്ട് എടുത്താൽ ക്വാഷ് ചെയ്യാൻ വേണ്ടി ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഹൈക്കോർട്ട് ഓർമ്മിച്ചോ. ഏതെങ്കിലും ഒരാളുടെ പ്രോസിക്യൂഷനെ വൈകിക്കുന്ന രേഖകൾ നമ്മൾ നിരസിക്കാൻ പറ്റുന്നത് 8(1) പ്രകാരം. ഐ നമുക്ക് വലിയ റിലേഷൻ ഇല്ല. ക്യാബിനറ്റ് ചർച്ചകൾ, ക്യാബിനറ്റ് തീരുമാനങ്ങളിലുണ്ട്, ചർച്ചകൾ വിവരാവകാശ പ്രകാരം കിട്ടൂല. ഇങ്ങനെ ഓർമ്മിക്കുക. CABI എഴുതുമ്പോൾ ഐ വലിയൊരു വേറൊരു കളറിലാക്കിയാണ് എൻ്റെ പവർ പോയിന്റ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഐ ക്യാബിനറ്റ്. ജെ നമ്മൾ പറഞ്ഞു സ്വകാര്യത, ജാതിയൊക്കെ ചോദിക്കണം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. 8(1) ഇ നമുക്ക് പ്രധാനമുള്ളത് പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധം, ഉദാഹരണം ഡോക്ടർ രോഗി ബന്ധം. ജി ഒരാളുടെ ശരീരത്തിന് അപകടം, മരണം, അല്ലെങ്കിൽ നിയമനിർമ്മാണ ഏജൻസികൾക്ക് വിവരം നൽകിയ ഒരാളുടെ കത്തോ അദ്ദേഹത്തിനെ പറ്റിയുള്ള വിവരങ്ങളോ. ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി പോലത്തെ അനാവശ്യ സ്വകാര്യതയ്ക്കൽ അനാവശ്യമായ കടന്നുകയറ്റം. ഇതിൽ DEJ ഈ കാര്യങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ. ഇത് പൊതു താല്പര്യമാണ് എന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പബ്ലിക് ഇൻഫർമേഷർക്ക് ഇത് കൊടുക്കാം, ഓഫീസർക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് സ്റ്റേറ്റ് TB ഓഫീസർ പിന്നെ OBC യിൽപ്പെട്ട ആളാണ്, പക്ഷെ അദ്ദേഹം പട്ടികജാതിക്കാരൻ്റെ റിട്ടേണിലാണ് PSCയിൽ കയറിയിട്ടുള്ളത് വിശ്വാസയോഗ്യമായി അറിയുന്നു, അതിൻ്റെ സർട്ടിഫിക്കറ്റ് രേഖകൾ ഇതോടൊപ്പം വെക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജാതി അറിയിച്ചു തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാന്നുള്ള ചെറിയ എക്സെപ്ഷൻ ഡിക്കും ഇക്കും ജെക്കും ഉണ്ട്. അത് അറിഞ്ഞാൽ മതി. പലപ്പോഴും നമുക്ക് കൊടുക്കേണ്ടി വരില്ല. നമ്മൾ അങ്ങോട്ട് കയറി ചോദിക്കാൻ വേണ്ട, ഇത് നിങ്ങൾക്ക് വല്ല പൊതു താല്പര്യത്തിനാണോ, അങ്ങനെയാണെങ്കിൽ തരാമെന്ന് പറയരുത്. ആദ്യം ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അങ്ങ് നിരസിക്കുക. പിന്നെ അദ്ദേഹം പൊതു താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അപേക്ഷ അപ്പീൽ എന്തൊക്കെ കൊടുക്കട്ടെ. ഇത്രയായപ്പോൾ ഏകദേശം കഴിഞ്ഞു. പിന്നെ സെക്ഷൻ 9 പറയുന്നത് നമുക്ക് സർക്കാരിനല്ലാതെ വേറെ ആർക്കും കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ് കൊടുക്കേണ്ട. അപ്പോൾ നമ്മുടെ എല്ലാ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ചിലപ്പം മെഡിക്കൽ കോളേജ് ഡിപ്പാർട്ട്മെന്റിലെ ടെക്സ്റ്റ് ബുക്കൊക്കെ വേറെ ആൾക്ക് പകർപ്പവകാശമുള്ളതാണ്. അത് കംപ്ലീറ്റ് പകർത്തി തരണമെന്നോ പകർപ്പ് തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് പകർപ്പവകാശം ഉണ്ടെങ്കിൽ നമുക്ക് ഉചിതമായിട്ട് ചെയ്യാം, ഫീസ് മേടിച്ച് കൊടുക്കാം. അല്ലാത്തതിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് സെക്ഷൻ 9 പറയുന്നത്. അപ്പോൾ നമ്മൾ ആനുവൽ റിപ്പോർട്ട് അയക്കാൻ നമ്മുടെ മേലധികാരികൾക്ക് അത് ചോദിക്കേണ്ടാവും, നിങ്ങൾ സ്വീകരിച്ച അപേക്ഷ എത്ര. ആ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ 6(3) പകരം പല കീഴ്ഘടക സ്ഥാപനത്തിലേക്ക് അയച്ചിരിക്കുന്ന നിയമപരമല്ലാത്ത അപേക്ഷ ഉണ്ടല്ലോ, അത് കിട്ടിയാണ് തങ്ക കുറച്ച് കളയണം. അത് നമ്മുടെ അപേക്ഷയല്ല, നിയമപരമല്ലാത്ത അപേക്ഷ നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് എണ്ണം അത് കഴിച്ചിട്ട് എണ്ണേ കൊടുക്കാവുള്ളൂ. അപ്പോൾ അതിൽ ബാക്കിയുള്ള നമ്മൾ കംപ്ലീറ്റ് ഡിലേ ഉണ്ടാവും. ഇത് നമ്മൾ നിയമത്തിൽ കൊടുക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എണ്ണം കാണിക്കേണ്ട. നിയമപരമായി കിട്ടിയ അപേക്ഷയുടെ കാര്യം പറഞ്ഞാൽ മതി. വിവിധ കീഴ്ഘടക സ്ഥാപനങ്ങളിലേക്ക് അയച്ചത് ഇത് കൊടുക്കേണ്ട ആവശ്യം, എണ്ണം കൂട്ടണ്ട. ആകെ കിട്ടിയ അപേക്ഷ, ഇത് അനുവദിച്ചത്, നിരസിച്ചത്, പിന്നെന്താ ചോദിക്കുന്നത്, നിരസിച്ചതിൻ്റെ ഡീറ്റെയിൽസ് സെക്ഷൻ 7(9) പ്രകാരം നിരസിച്ചത്, സെക്ഷൻ 8(1) വിവിധ ക്ലോസ് പ്രകാരം നിരസിച്ചത്, സെക്ഷൻ 9 പ്രകാരം നിരസിച്ചത് എന്നുള്ള ഒരു ആനുവൽ റിപ്പോർട്ട് അയക്കാനുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആരും ഒന്നും അനാവശ്യമായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ
ഇപ്പൊ അതിൽ നമുക്ക് ചെറിയ പ്രശ്നമുള്ള വെച്ചാൽ സെക്ഷൻ 23 ഒരു കാര്യം പറയുന്നുണ്ട്. നോ കോർട്ട് ഷാൽ ഇന്റർവീൻ എനി ഓർഡർ ഓഫ് ദി സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നുണ്ട്. അതിൽ ഒരു ട്രാപ്പ് എന്താണെന്നറിയോ? കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഉൾപ്പെടില്ല. അത് PSC പോലത്തെ പ്രത്യേക ഭരണഘടനാ സ്ഥാപനമാണ്. പേരിൽ കോർട്ടിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏത് കാര്യത്തിൽ വന്ന പോലെ നമുക്ക് വിവരാവകാശ നിയമത്തിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ യാതൊരു വിലക്കുമില്ല. സാധാരണ കോടതികളെ സമീപിക്കാൻ പറ്റാൻ മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ. അത്രയൊന്നും അനാവശ്യം പേടിക്കേണ്ട ആവശ്യമില്ല. ഉള്ള വിവരം കൊടുക്കൽ നമ്മൾ ഉത്തരവാദിത്തം. വിവരങ്ങൾ വ്യാഖ്യാനിക്കലോ പലയിടത്തുനിന്ന് സ്വീകരിച്ചു കൊടുക്കലോ വേണ്ട. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിവരാവകാശ കമ്മീഷനോട് തന്നെ ഒരാൾ വിവരാവകാശം ചോദിച്ചു, നിങ്ങൾ എത്ര പേർക്ക് കഴിഞ്ഞ വർഷം ഫൈൻ ഇട്ടിട്ടുണ്ട്? അത് പല ഫയലിലായിട്ട് കിടക്കുന്നതാണ്, അതിന്റെ കോപ്പി കൊടുക്കാം. പക്ഷേ അത്തരത്തിലൊരു രേഖ സൂക്ഷിച്ചിട്ടില്ല എന്നാണ് കമ്മീഷന്റെ മറുപടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രേഖകളിൽ നിന്ന് വിവരം കണ്ടെത്തി കമ്പയർ ചെയ്ത് ഒന്നും കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. പലപ്പോഴും ഗവേഷണ കൊതുകുകൾ പലപ്പോഴും ഇപ്പോൾ തീസിസിൽ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനത്തെ ചോദ്യം ചെയ്യാറുണ്ട്. ഓരോ വർഷം തിരിച്ച് പോളിയോയുടെ കണക്ക് ഞങ്ങൾക്ക് വേണം, AFP കണക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് റെഡി മെയ്ഡ് ഡോക്യുമെന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ കോപ്പി കൊടുക്കാം. അല്ലാണ്ട് നമ്മൾ കമ്പയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നേയില്ല. ഉള്ള രേഖ കൊടുക്കലാണ് നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ, ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്നത് തോന്നുന്നു. പിന്നെ എന്തെങ്കിലും നമുക്ക് ഇനിയിപ്പോൾ പ്രായോഗികമായിട്ടുള്ള സംശയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരും. അതൊക്കെ എപ്പോൾ വേണേൽ എന്നെ വിളിക്കാം. ഫോൺ നമ്പർ ഉറക്കെ പറയട്ടെ വേണമെങ്കിൽ, എന്നെ അറിയാത്ത ആൾക്കാർ വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ. ഫോൺ നമ്പർ പറയട്ടെ: 9846005646. 9846005646. 9846005646. ഇനി മെയിൽ അയക്കുന്നത് ശീലം, അതാണ് ശീലം കൂടുതലെങ്കിൽ എല്ലാം സ്മോൾ ലെറ്റർ എഴുതിക്കോളൂ. drrajaram@gmail.com. അഥവാ ആരെങ്കിലും വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ ഒന്ന് ഞാൻ ഇങ്ങനെ വിവരാവകാശ പ്രകാരം സംശയം ചോദിക്കാൻ വേണ്ടി ഇന്ന ആളാണ് ഇത് പറഞ്ഞിട്ട് പറ്റിയ അപേക്ഷയോ അതിൻ്റെ കൺസേൺ ഡോക്യുമെന്റ് കൂടി വാട്സാപ്പിൽ ഇട്ടാൽ അന്നേരം ഞാൻ കുറച്ച് ഫ്രീ ആകുമ്പം തിരിച്ച് വിളിച്ചോളാം. KGMOയിൽ ഒരു സാധാരണ അംഗമായിട്ട് ജോയിൻ ചെയ്താണ്, ഇന്നും സാധാരണ അംഗമാണ്. അപ്പോൾ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി മെനക്കെടുന്നതിന് ഒരു വിഷമമില്ല. പിന്നെ ഇത് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളുടെ അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. നമുക്ക് 44 ആളെ പങ്കെടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ ക്ലാസ്സിലെ വെളിച്ചത്ത് നിങ്ങൾക്ക് കിട്ടിയ വിവരം മറ്റുള്ളവർ പങ്കുവെക്കണം. പിന്നെ KGMO ജേർണൽ വായിച്ചോളൂ. ഇന്നത്തെ ക്ലാസ് കൂടി കേട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അതിൽ ജൂൺ മെയിലക്കത്തിൽ തോന്നുന്നു എൻ്റെ ഒരു ചോദ്യം ഉത്തരമായിട്ട് തന്നെയാണ് ഒരു ലേഖനം കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല. ഇനി സംശയം വരുന്നവർക്ക് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പൾ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പ്രിൻസിപ്പൾ ഇതാണ്. അവിടെയുള്ള ഡോക്യുമെന്റ് പകർപ്പ്, അവിടെയുള്ള ഒരു സാധനത്തിന്റെ സാമ്പിള്, അതാണ് കൊടുക്കേണ്ടത്. ഇനി സെക്ഷൻ 7(9) എന്ന് പറഞ്ഞില്ലേ, മനുഷ്യ വിഭവശേഷി വൻതോതിൽ വഴിതിരിച്ചു വിട്ടാൽ മാത്രമേ മറുപടി നൽകാനാവുന്നുള്ള അതിൻ്റെ കൂടെ ഒരു ചെറിയ ക്ലോസും കൂടിയുണ്ട്. നമ്മുടെ വിവരം എന്നുള്ള സാധനത്തിന് അപകടം പറ്റുന്ന ഒരു സംഗതി വെച്ചിട്ട് വിവരം കൊടുക്കണം. അപ്പം ജീർണാവസ്ഥയിൽ കിടക്കുന്ന താളിയോടെ ഗ്രന്ഥങ്ങൾ അതെടുത്തിട്ട് പകരപ്പെടുത്ത് ഫോട്ടോസ്റ്റാറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതുകൊണ്ട് നമുക്ക് നിരസിക്കാം. കൊടിമരത്തിന്റെ സ്വർണം പൂശിയത് പിന്നെ ശുദ്ധ സ്വർണ്ണമാണോ നിങ്ങൾക്ക് അറിയേണ്ടതുള്ളതുകൊണ്ട് അതിൽ നിന്നൊരു ഭാഗം പൊട്ടിച്ച് നൽകണം എന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷ അമ്പലത്തിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് നിരസിക്കാം. ആ വിവരം എന്ന് പറഞ്ഞ സാധനത്തിന്റെ സുരക്ഷനെ ബാധിക്കുന്നുണ്ട്. പിന്നെ ആർക്കാണ് ബാധകം? എല്ലാ സർക്കാർ ഓഫീസുകൾക്കും ബാധകം എന്നറിയാലോ. അപ്പോൾ കൂടാതെ സർക്കാർ നിന്ന് കാര്യമായിട്ട് ഫണ്ട് മോർ ദാൻ 50% ഇൻകം സർക്കാരിൽ നിന്നുള്ള പിന്നെ NGOs അതിൻ്റെ അകത്ത് വരും. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് എത്രത്തോളം ബാധകമാണ്? നമുക്ക് ഏതൊക്കെ നിയമപ്രകാരം ആക്സസ് ചെയ്യാൻ പറ്റുന്ന വിവരങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ. DN.ID ഇൻസ്പെക്ടർക്ക് നമുക്ക് അവിടെ DN.ID ലൈസൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കുകയോ കോപ്പി എടുക്കുകയൊക്കെ ചെയ്യാൻ അധികാരമുണ്ട്. അങ്ങനെ നമുക്ക് ഏതൊക്കെ നിയമ വഴിക്ക് നമുക്ക് പ്രാപ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം തന്നെ കയ്യിലുള്ള രേഖകളെ പ്രൈവറ്റിൽ സംബന്ധിച്ചിടത്തോളം കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. പ്രൈവറ്റ് അല്ലാതെ സ്വകാര്യ സ്ഥാപനത്തിൽ നേരിട്ട് വിവരാവകാശം കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ ഒറ്റ കാര്യം കൂടി, ഫയൽ നശിപ്പിക്കുന്ന കാര്യം. ഫയല് ഉള്ള ഫയലാണ് കൊടുക്കേണ്ടത് പറഞ്ഞല്ലോ. ഓരോ ഫയലിനും ഒരു കാലാവധി ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിലതൊക്കെ പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റുന്നത്. ഏതായാലും കുറച്ച് കാലം കഴിഞ്ഞ് ഫയൽ നശിപ്പിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന ഫയലുകളാണ് നശിപ്പിക്കുന്നതെന്നൊരു പ്രൊസീഡിങ്സ് ആക്കണം. നശിപ്പിക്കാൻ, കത്തിച്ച് നശിപ്പിക്കാൻ അനുവദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആക്രിയൊക്കെ വിൽക്കാൻ അനുവദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ ഒരു പഴയ കടലാസ് എടുക്കും. ഇങ്ങനെ ആർക്കും കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് ഏതായാലും ഫയലൊന്ന് ഒഴിവാക്കി നശിപ്പിക്കാനോ വിറ്റഴിക്കാനോ തീരുമാനിച്ചതിന് പ്രൊസീഡിങ്സ് ആക്കിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ നശിപ്പിക്കാൻ. അതിൽ ഫുള്ളായിട്ട് ഓരോ ഫയലിൻ്റെ വിശദാംശങ്ങൾ വേണം. ചില വലിയ ഓഫീസറാണെങ്കിൽ CA149, പിന്നെ റിട്ടയർ ചെയ്ത
ഇന്ന ഡോക്ടർ 10 വർഷം വരട്ടെ, അത് ഏതെങ്കിലും ഡോക്ടറുടെ ഇതായിരിക്കും, ഡീറ്റെയിൽസ് ആയിരിക്കും. 10 വർഷം വരട്ടെ ഇന്നയാളുടെ പിന്നെ പെൻഷൻ ഫയൽ അല്ല എന്തെങ്കിലും പേപ്പറൊക്കെ ആയിരിക്കും, മറ്റേ ലീവ് ഫയലായിട്ട് ആയിരിക്കും. ഇനിയിപ്പോൾ ആവശ്യമുണ്ടല്ലോ, അങ്ങനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റുന്നതിന് പട്ടിക ഉണ്ടാക്കിയിട്ട് വേണം നശിപ്പിക്കാൻ. അപ്പം വിവരാവകാശ കമ്മീഷൻ ഇത് ചോദിച്ചാൽ നമുക്ക് പറയാം ഇന്നേ പ്രൊസീഡിങ്സ് പോലെ നശിപ്പിച്ച ഫയലാണ്. അല്ലാതെ കുറേ ഫയലുകൾ നശിപ്പിച്ചു 2014 വരെയുള്ള ഫയലുകൾ നശിപ്പിക്കുന്നതിന് നോൺ സ്പെസിഫിക് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോയി ചിലപ്പം. അതുകൊണ്ട് നശിപ്പിക്കുന്ന ഫയലിൻ്റെ ഒക്കെ നമ്പറൊക്കെ വെച്ചിട്ട് നശിപ്പിക്കുന്ന രജിസ്റ്ററുകളുടെ നമ്പർ ഇത് ഡീറ്റെയിൽ കൊല്ലം വെച്ചിട്ട് നിങ്ങൾ നശിപ്പിക്കുകയോ വിറ്റഴിക്കുകയോ ചെയ്യാം. അല്ലാതെ നേരിട്ട് അങ്ങനെ പ്രൊസീഡിങ്സ് ആക്കാതെ ചെയ്യരുത്. പിന്നെ ഇപ്പോൾ എല്ലാത്തിനും ഞാൻ ഏറ്റവും OC വെക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യമാണ്, എല്ലാത്തിനും പ്രൊസീഡിങ്സ് ആക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, എല്ലാ സ്ഥാപനത്തിലും ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കണം. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇന്ന് തന്നെ പോയിട്ട് ചെയ്തോളൂ. ഈ സ്ഥാപനത്തിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ചാർജുള്ള മെഡിക്കൽ ഓഫീസർ ആയിരിക്കും. അതിനാൽ ഇന്നയാൾ സോ ഇന്ന ദിവസം മുതൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായി ചാർജ് എടുത്തിരിക്കുന്നുണ്ട്. തുടർന്നും ചാർജുള്ള മെഡിക്കൽ ഓഫീസർ തന്നെയായിരിക്കും സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അല്ലെങ്കിൽ സ്റ്റേറ്റ് അപ്പലേറ്റ് അതോറിറ്റി, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലെ ഏക ക്ലർക്കായിരിക്കും സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. മറ്റൊരാൾ ചാർജ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം സ്റ്റേറ്റ് ഇൻഫർമേഷൻ പബ്ലിക് ഓഫീസർ ആയി മാറുന്നതാണ്. എന്ന് പ്രൊസീഡിങ്സ് വെച്ചാൽ നമുക്ക് ആരെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിലെ വിവരാവകാശ ഓഫീസർ ആരാണ്, അപ്പലേറ്റ് അതോറിറ്റി ആരെന്ന് ചോദിക്കുമ്പോൾ ഈ പ്രൊസീഡിങ്സിന് കോപ്പി കൊടുത്താൽ മതി. എന്ത് കാര്യത്തിലും പ്രൊസീഡിങ്സ്, സാമ്പത്തികമായ കാര്യങ്ങൾക്ക് നമുക്ക് എപ്പോഴും പ്രൊസീഡിങ്സ് ആക്കണം, നല്ല ബില്ല് ട്രസ്റ്റിൽ നിന്ന് ബില്ല് കിട്ടും എന്നൊക്കെ പറ്റുള്ളൂ. അതുപോലെ എന്ത് കാര്യത്തിനും ഒരു രേഖ ആക്കുന്നതിലാണ്. ഇപ്പം നിങ്ങൾ ഒരു കാര്യം കാര്യം ചെയ്യേണ്ടത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആരാണ്, നമ്മളെ അപ്പലേറ്റ് അതോറിറ്റി ആരാണെന്നുള്ള പ്രൊസീഡിങ്സ് ആക്കി അവിടെ വെച്ചേക്കുക. അതാൾ പേര് വെച്ച് പ്രൊസീഡിങ്സ് ആക്കേണ്ട, അയാളെ പൊസിഷൻ വെച്ച് പ്രൊസീഡിങ്സ് ആയിക്കോളും. എപ്പോഴും C1 സെക്ഷൻ ക്ലർക്ക് ആയിരിക്കും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനോ അത്തരത്തിൽ അത് എഴുതി വെച്ചോളൂ. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ട, സെക്ഷൻ 4(3) വായിച്ചു നോക്കുക. അതിൽ പറഞ്ഞ നമുക്ക് സ്ഥാപനത്തിന് വേണ്ടി നമ്മുടെ ഒരു ഡീറ്റെയിൽസ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കുക, ഇല്ലെങ്കിൽ എന്നെ വിളിച്ചോളൂ. അത് വെബ്സൈറ്റുള്ളവർ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്തേക്കുക. അതിൻ്റെ പീരിയോഡിക്കലി അപ്ഡേറ്റ് ചെയ്യുക. ഒരു 6 മാസം കൂടുമ്പോൾ ഒന്ന് നോക്കി അതിൽ ഒബ്സലേറ്റ് ആയിട്ടൊന്നുള്ള നോക്കുന്നത് നല്ലതാണ്. എന്നിട്ട് വിവരങ്ങൾ ചോദിക്കുമ്പോൾ ഈ വെബ്സൈറ്റിലെ വിവരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് എന്ന് പറഞ്ഞിട്ട് മറുപടി കൊടുത്താൽ മതി കേട്ടോ. സോ വളരെ ബുദ്ധിമുട്ടുള്ള നടപ്പാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള നിയമമല്ല ഇത്. സോ ഞാൻ തുടർച്ചയായിട്ട് അങ്ങോട്ട് പറയായിരുന്നു. ഇനിയിപ്പോൾ സംശയങ്ങൾ അല്ലെങ്കിൽ ആർക്കും കൂട്ടിച്ചേർക്കാനുള്ള കാര്യം പറയാം. കുറച്ച് വേഗത്തിലായിപ്പോൾ അറിയാം, എന്നാലും അത്യാവശ്യ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാന്ന് വിശ്വസിക്കുന്നത്. ഹലോ അഭിലാഷ്. ഇനി എനിക്ക് തോന്നുന്നു ഇനി അടുത്തെന്നുണ്ടെങ്കിൽ മെമ്പർമാർക്ക് ഇടയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. ഇപ്പൊ 8:37 ആയിട്ടുള്ളൂ. ഫ്രീ ആണ് ഞാൻ. സമയം കിട്ടും. അപ്പോ സംശയം ചോദിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് സംശയം ചോദിക്കാം എന്നുള്ളതാണ്. അടുത്ത സെക്ഷൻ ഒരു 10 മിനിറ്റ് നേരത്തെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് നമുക്കെതിരായിട്ട് നിയമം വിചാരിക്കേണ്ട. നമ്മുടെ പല ഓഫീസുകളിലും കാര്യം മര്യാദയ്ക്ക് നടക്കാത്തപ്പോൾ ഒരു വിവരാവകാശ നിയമം ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും ഗുണം കിട്ടാറുണ്ട്. അതോടെ പേടി കൊടുക്കും, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമാവുന്നുള്ള ഒരു പേടിയൊക്കെ വെച്ചിട്ട്. മറ്റൊന്ന്, എന്തെങ്കിലും വരുന്ന നിയമ നടപടി പഠിച്ചിട്ട് പിന്നെ മറുപടി കൊടുക്കാതിരിക്കരുത്. ഈ സ്ഥാപനത്തിലെ ക്ലർക്കിന്റെ പേഴ്സണൽ രജിസ്റ്ററിന്റെ പകർപ്പ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ രജിസ്റ്ററിൽ നമുക്കുള്ള സ്വഭാവം എന്താ, ഒരു മറുപടിയും കൊടുക്കാതിരിക്കലും. അതുകൊണ്ട് 2 ദോഷമാണ്. വിവരാവകാശ പ്രകാരമുള്ള ശിക്ഷ എന്തായാലും വരും. അതുകൊണ്ട് ഇത് ഇന്ത്യ സ്ഥാപനത്തിൽ ഇന്ന ക്ലർക്ക് പേഴ്സണൽ രജിസ്റ്റർ, ഇന്ന ക്ലർക്കിന്റെ പേഴ്സണൽ രജിസ്റ്റർ ലഭ്യമല്ല നമ്മൾ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ വിവരാവകാശ നിയമപ്രകാരമുള്ള പ്രശ്നം അവിടെ കഴിഞ്ഞു. എന്തുകൊണ്ട് ലഭ്യമല്ല, അതിന് അച്ചടക്ക നടപടിയൊക്കെ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചോട്ടെ, അത് മറ്റൊരു വിഷയം. പിന്നെ മറുപടി വൈകിയാൽ, 1 മാസത്തിലധികം വൈകിയാൽ, കരുതിക്കൂട്ടി മറുപടി നൽകാതെ തെറ്റായ മറുപടി നൽകിയാൽ, അല്ലെങ്കിൽ 1 മാസത്തിലധികം വിവരം വൈകിയാൽ, പിന്നെ അപേക്ഷ സ്വീകരിക്കാതിരുന്നാൽ ഒക്കെയാണ് നമുക്ക് ഫൈൻ വരുന്നത്. ഒരു ദിവസം പരമാവധി ഒരു ദിവസത്തെ ഫൈന്, ഒരു ദിവസം വൈകിയ ഫൈന് 250 രൂപ. അങ്ങനെ 100 ദിവസം വരെ, 100 ദിവസം കൂടിയാലും 100 ദിവസത്തിന്റെ ഫൈനേ ആയിട്ടുള്ളൂ. അപ്പോൾ 25,000 രൂപ വരെ ഫൈനായിട്ട് ചിലപ്പോൾ അടക്കേണ്ടി വരും. ഇനി 2 തവണ
2 തവണയിലധികം നമ്മളിത് ഫൈന് കൊടുക്കേണ്ടി വന്നാൽ നമ്മൾക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് തല അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് നിയമം പറയുന്നുണ്ട്. സ്വീകരിക്കേണ്ടത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷേ അത് ഏത് വിധത്തിലും പോകാം. ചിലപ്പം വിവരാവകാശ കമ്മീഷനെ പഠിച്ചിട്ട് നമുക്ക് ശിക്ഷയായിട്ട് വന്നേക്കാം. അതുകൊണ്ട് അതിനൊന്നും കണ്ട കഴിയുന്ന വിവരം പെട്ടെന്ന് കൊടുത്തേക്കുക. നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ഓഫീസ് തന്നെയുള്ള ഒരു എന്താ ഹോസ്പിറ്റൽ തന്നെയുള്ള ഒരു എന്തെങ്കിലും അൺടുവേർഡ് ഇൻസിഡന്റിനെ പറ്റിയ ഡീറ്റെയിൽസ് ആയിരിക്കും. അത് രോഗി തന്നെ കൊടുത്താൽ നമ്മൾ വിവരാവകാശ പ്രകാരമായിട്ട് കൊടുക്കേണ്ടി വരും. രോഗീൻ്റെ അനന്തരാവകാശികളോ രോഗി തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദിച്ചാൽ കോടതിയിൽ പോകില്ലേ, അല്ലെ പത്രത്തിൽ കൊടുത്താൽ എന്നൊക്കെ പഠിച്ചിട്ട് കൊടുക്കാതിരിക്കരുത്. നിയമപ്രകാരം കൊടുക്കാൻ പറ്റുന്നതാണ് വേഗം കൊടുത്തേക്കുക. നിയമപ്രകാരം നിരസിക്കേണ്ടതാണെങ്കിൽ വേഗം നിരസിച്ചേക്കുക. ഒരു മറുപടി കൊടുത്തിട്ടെങ്കിലാണ് വിഷമം. ഓക്കെ. സാറ് നമ്മളെ ഒരു സംശയം ചോദിക്കാറുണ്ട്. ഞാൻ തന്നെ ചോദിക്കാണ്. അത് ഞാന് ഡോക്ടർ ഷാരോൺ ആണ്, കോഴിക്കോട്. മനസ്സിലായി, കോഴിക്കോട് അല്ലേ? ഓക്കെ. ഞാന് സംശയം ചോദിക്കുന്നതിനുണ്ടെങ്കിൽ നമുക്ക് റിയൽ ആയിട്ട് ഉണ്ടായതാണ്. നമ്മളെ ഒരു ആശുപത്രികളില് ഇപ്പോ ഡ്യൂട്ടി സമയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിവരാവകാശം ചോദിച്ചു. പല ആശുപത്രിയിൽ നിന്നും പല രീതിയിലുള്ള മറുപടിയാണ് കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട് ഇത് കോടതിയിൽ കൊടുത്തു ഈ ചോദിച്ച വ്യക്തി. അപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന മറുപടിയെല്ലാം ആധികാരികമായി അത് കോടതിയിൽ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ കൊടുത്ത മറുപടിയായി മാറുമോ എന്നുള്ളൊരു അങ്ങനെയുണ്ടോ സാർ? ഈ കൊടുക്കുന്ന മറുപടി എല്ലാം ആധികാരിക രേഖയായെന്ന് കോടതി അതിൽ നമുക്ക് പറ്റുന്ന അബദ്ധത, നമ്മൾ പറ്റുന്ന അബദ്ധം ഒരു രേഖ കൊടുക്കാനേ പാടുള്ളായിരുന്നു. എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്നേ ജിയോ പ്രകാരം ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ വർക്കിംഗ് അവേഴ്സ് ഇത്രയാണെന്നുള്ള ഡോക്യുമെന്റ് ആയിരുന്നു കൊടുക്കേണ്ടിരുന്നത്. അതാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ആ ഡോക്യുമെന്റ് ഒപ്പിട്ട ആൾക്കല്ലേ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളത് ഇനിയിപ്പോൾ ശ്രദ്ധിച്ചോളൂ. ഇനി ഒരു മറുപടി കൊടുക്കുമ്പോൾ കഴിയുന്നതും ഉത്തരവിന്റെ കോപ്പി കൊടുക്കുക. ഇനി ഉത്തരവിന്റെ കോപ്പിയല്ല, പ്രവൃത്തി സമയം 9 മുതൽ 4 വരെയാണ് 6 വരെയാണെന്ന് എഴുതി കൊടുക്കുമ്പോൾ ഇന്ന് ജിയോ പ്രകാരം 9 മുതൽ 4 വരെ നമുക്ക് ആ ജിയോ പിന്നെ റെഫർ ചെയ്യാമല്ലോ. ഇങ്ങനെ കൊടുക്കണ്ടു. ഇപ്പൊ കൊടുത്തത് ഓൾറെഡി അത് നമ്മുടെ എന്താണ് വ്യത്യാസം വന്നതൊക്കെ നമ്മുടെ പ്രോസിക്യൂട്ടറോട് ചോദിക്കായിരിക്കും. അപ്പോൾ അത് പിന്നെ വിവരാവകാശ നിയമനം കൈകാര്യം ചെയ്തതിലുള്ള ചെറിയ പ്രശ്നമാണ്. അല്ലെങ്കിൽ വ്യത്യസ്ത ഓർഡറുകൾ ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റുമോ? പ്രശ്നമില്ല. ഇപ്പൊ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ ഓർഡറും പണ്ടത്തെ PHC വേറെ ഓർഡറും അല്ലേ? അപ്പൊ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് അതിന്റെ ഒതന്റിസിറ്റി നമ്മൾ കൊടുത്തതല്ല എന്ന് പറയാൻ പറ്റൂല. കോടതി നമ്മളെ വിളിപ്പിച്ചാണെങ്കിൽ തെറ്റുപറ്റിയാണെങ്കിൽ അത് പറഞ്ഞു വെച്ചാൽ മതി. ശരി സാർ. ഓക്കെ. പിന്നെ ബോർഡിൽ ഒരു ചോദ്യം കണ്ടായിരുന്നു. അതായത് സ്നേഹല ഡോക്ടർ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ബിൽഡിങ്ങിന്റെ ഫണ്ട് ഡീറ്റെയിൽസ്, അതിന്റെ കൺസ്ട്രക്ഷൻ ഫണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? അത് DMO അല്ലെങ്കിൽ ഫണ്ട് തരുന്ന ഏജൻസി NHM ആണെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ കിഫ്ബി ആണെങ്കിൽ അവരെ പെർമിഷൻ വേണമെന്നുള്ളതാണ്. അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൈവശമുള്ള രേഖയാണെങ്കിൽ അതിന്റെ കോപ്പി കൊടുക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. സാറേ, ഞാൻ ഡോക്ടർ മനോജാണ്. അപ്പൊ ഒരു ഡൗട്ട് ഉള്ളത്, നമുക്കൊരു രേഖ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മളത് എങ്ങനെ മൂവ് ചെയ്യേണ്ടത്? നമുക്കത് രേഖ ഇല്ല, കൈവശം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ പെനാൽറ്റി പേടിച്ചിട്ട് നമ്മൾ ഇരിക്കണോ, അതോ അതിന് ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള അച്ചടക്ക നടപടികളാണോ, അതോ നമ്മുടെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു രേഖ? ഉദാഹരണത്തിന് ഗസ്റ്റ് ഓഫീസറുടെ സർവീസ് രജിസ്റ്റർ, എൻഡേറ്റ്മെന്റ് രജിസ്റ്റർ നൽകാൻ വേണ്ടി, അതിന്റെ ആദ്യ പേജ് നൽകാൻ വേണ്ടിയിട്ട് അപേക്ഷ ഇട്ടെന്ന് വെച്ചോ. നിങ്ങൾക്കറിയാലോ, നമ്മുടെ തല്ലുള്ളത് ഏജന്റ് അടുത്തുള്ളത്, അക്കൗണ്ട് ജനറലിന്റെ അടുത്തുള്ളത്. അപ്പൊ എന്താ മറുപടി കൊടുക്കേണ്ടത്? ഇത്തരം ഒരു രേഖ ഈ സ്ഥാപനത്തിൽ സൂക്ഷിക്കുന്നില്ല. അക്കൗണ്ട് ജനറലാണ് പിന്നെ ഗസ്റ്റഡ് ഓഫീസർമാരുടെ എൻഡേറ്റ്മെന്റ് രജിസ്റ്റർ സൂക്ഷിക്കുന്നത്. അതിനാൽ ഈ അപേക്ഷ നിരസിച്ചുകൊണ്ട് ഉത്തരവാകുന്നു. ഇനി ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കും. എന്താ അറിയാം, ഈ സ്ഥാപനത്തിന്റെ ജോലി സമയം സംബന്ധിച്ചുള്ള ഉത്തരവ്, സർക്കാർ ഉത്തരവ് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഓഫീസിൽ ഇല്ല. പക്ഷേ വിവരാവകാശ കമ്മീഷൻ ഇങ്ങനെ ഉത്തരവ് നമ്മുടെ ഓഫീസിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ ആണ്. നമ്മൾ തീരെ ഇറസ്പോൺസിബിൾ ആണെന്ന് തോന്നിക്കളി. അത് അടുത്ത PSC മറ്റേ ജിയോ സംഘടിപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും യുക്തിപൂർവ്വം. അപ്പം കൊടുക്കേണ്ട ആവശ്യമില്ല. ഓഫീസിൽ ഇല്ലാത്ത രേഖ ഇല്ല എന്ന് പറഞ്ഞ് നിരസിക്കുക. ഈ സ്ഥാപനത്തിൽ ലഭ്യമല്ല. ഓഫീസിൽ വേണ്ടതാണ് നമുക്ക് തോന്നുന്ന രേഖയാണെങ്കിൽ അതിന്റെ കോപ്പി സംഘടിപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. സാർ, അത് ഇൻസൾട്ട് ആയിട്ട് മാറില്ലല്ലോ? റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് ആയിട്ട് അപേക്ഷിക്കുന്ന ആൾക്ക് ഒരു ഇൻസൾട്ട് ആയിട്ട് അയാൾ തോന്നില്ലല്ലോ? നമുക്ക് ആ രേഖ ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് സധൈര്യം പറഞ്ഞൂടെ? ഇല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തണേ. നമ്മളെ ഫയലിൽ എവിടെയെങ്കിലും കിടക്കുമെന്നുള്ള ചിലപ്പോൾ അറിയാം. ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ അത് ഒന്ന് അന്വേഷിക്കണം കേട്ടാ. അതായത് പണ്ട് ഇപ്പം നമ്മൾ തസ്തിക ഉണ്ടാക്കാൻ വേണ്ടി, ഓപ്റ്റോമെട്രിസ്റ്റുകൾ തസ്തിക ഉണ്ടാക്കാനും ഡ്രൈവർ തസ്തിക ഉണ്ടാക്കാനും അപ്പോൾ അപേക്ഷ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നേ സമയത്ത് 2014 സമർപ്പിച്ച പ്രപ്പോസലിന്റെ പകർപ്പ് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മളൊന്ന് ഉറപ്പിക്കണം അതവിടെ ഇല്ല എന്നുള്ള കാര്യം.
അത് നശിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഓഫീസ് നമുക്ക് ഒരുവിധം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഓഫീസിൽ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ട് മറുപടി കൊടുക്കാം. അപ്പൊ ഇല്ലെങ്കിൽ മറുപടി കൊടുക്കാൻ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നമ്മൾ മറുപടി കൊടുക്കാതിരുന്നാലാണ് പ്രശ്നം മുഴുവൻ എളുപ്പവെക്കുന്നത്. അപ്പം മറുപടി കൊടുക്കന്നെ. അപ്പൊ ഒരു രേഖ ഇല്ലെങ്കിൽ ഇൻസൾട്ട് ആയി തോന്നേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ വ്യക്തമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇൻസൾട്ട് ആയി തോന്നില്ല. ഗസ്റ്റ് ഓഫീസർമാരുടെ എൻഡേറ്റം ലിസ്റ്റ് ഇവിടെ സൂക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കാരണം മനസ്സിലായി ഇൻസൾട്ട് ആയിട്ട് തോന്നുകയില്ല. അല്ലെങ്കിലും ഇൻസൾട്ട് ആണെന്ന് പഠിച്ചിട്ട് നൽകേണ്ട മറുപടി കൊടുക്കാതിരിക്കരുത്. മറുപടി വൈകിച്ചാൽ, ഒരു മറുപടി നൽകിയില്ലെങ്കിൽ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് ചെയ്യുന്നത് നിയമവിരുദ്ധമായി കഴിഞ്ഞു. മറ്റൊന്ന്, മറുപടി നമ്മൾ എപ്പോഴും പറയല്ലോ, നിരസിച്ചുള്ള മറുപടിയിൽ അപ്പലേറ്റോ അതറിട്ട് ഇന്നയാളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഒപ്പീൽ നമ്മുടെ ഓഫീസ് തന്നെ പിന്നെ വരും. അന്നേരം നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ആലോചിക്കാൻ അവസരമുണ്ട്. ഒരു മറുപടിയും കൊടുത്തില്ലെങ്കിൽ ഇവർ ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, മറുപടി അപേക്ഷ നൽകിയെങ്കിലും 30 ദിവസത്തിന് ശേഷം യാതൊരു മറുപടിയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അപ്പലേറ്റ് അതോറിറ്റി ആരാണെന്ന് അറിയാത്തതുകൊണ്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ നേരിട്ട് സമീപിക്കുന്നു. എഴുതാൻ അവർക്ക് വിവരാവകാശ പ്രവർത്തകർക്ക് അറിയാം. അതുകൊണ്ട് നിരസിച്ചുള്ള മറുപടി കൊടുക്കാൻ ഒരു മറുപടിയും വേണ്ട. അപ്പോൾ ഒരു കാര്യമായ കാര്യമാണ്, എന്നെ കൺസൾട്ട് ചെയ്തോളും. എന്നാലും ഇല്ലെങ്കിൽ ഇല്ല എന്ന മറുപടി 30 ദിവസം ആക്കേണ്ട, ഒരു 10-15 ദിവസം ഉണ്ട്, വേഗം എന്ന് വെച്ചാൽ വേഗം കൊടുത്തേക്കും സാർ. അപ്പൊ ഞങ്ങൾ ഒരിക്കലും ഒരു കാര്യം അയക്കാത്ത കാര്യം കുറച്ച് 15 ദിവസം മുമ്പേ അയച്ചു എന്നിട്ട് ഒരിക്കൽ വിവരാവകാശ കമ്മീഷൻ മറുപടി കൊടുത്തു. എന്നിട്ട് എന്ത് സംഭവിച്ചറിയാം? ഡെസ്പാച്ച് രജിസ്റ്ററിന്റെ പകർപ്പ് വെച്ചു കമ്മീഷൻ. അപ്പോൾ നമുക്ക് രക്ഷപ്പെടില്ല എങ്ങനെ. ചിലപ്പോൾ ഒരുപാട് അപ്പോളജിലും പോയി പറഞ്ഞിട്ടാണ് ഫൈൻ വന്നു കുറച്ച് പറഞ്ഞു. 2 ഡോക്ടർമാർ കൂടി വന്നുകൊണ്ട് ഞാൻ വിടുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഇത് അയച്ചിട്ടുണ്ട്, ഡേറ്റ് എന്നോട് മാറിപ്പോയി, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു പറഞ്ഞു. ഇങ്ങനെ രക്ഷപ്പെടും. അപ്പം നമ്മൾ ഒരു വിധത്തിലും അസത്യം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. നേരെ ധൈര്യത്തിൽ മറുപടി നിരസിച്ചുകൊണ്ടോ അല്ലെ അനുവദിച്ചുകൊണ്ടോ, ഭാഗികമായി അനുവദിച്ചുകൊണ്ടോ പിന്നെ സാധനം ഡിസ്പോസ് ചെയ്യുന്നത് നല്ലത്. നമ്മുടെ സ്റ്റാഫിനും ഒരു ചെറിയ ബ്രീഫിംഗ് കൊടുത്തോളൂ. എന്നാൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ കുറെ കഴിയും കേട്ടോ. കുറയും. യെസ് സർ. താങ്ക് യു സാർ. ഇത് ഏത് മനോജാമനെ? എവിടുന്നാ സാറേ? ഞാൻ കോഴിക്കോട് ജില്ലയിൽ സാറേ. എവിടെയാ? കോഴിക്കോട്, ഞാൻ കാരശ്ശേരി. ഓ, ഓക്കെ. താങ്ക് യു സാർ. താങ്ക് യു. സാറ്, ഒരു മെമ്പർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്നോട്, പേഴ്സണലായി ചോദിച്ചു. സാറ് അവർക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് ചോദിച്ചതാണ്, എന്നോട് ചോദിക്കാൻ പറഞ്ഞതാണ്. എന്തുണ്ടെങ്കിൽ കുറെ പ്രാവശ്യമായി അവർക്ക് ഓരോ മാസത്തിലും സെയിം ചോദ്യങ്ങൾക്ക് തന്നെ വിവരാവകാശം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എല്ലാ പ്രാവശ്യം ഈ ചോദിക്കുന്ന സെയിം ക്വസ്റ്റ്യനുള്ള ആൻസറുകൾ എല്ലാ മാസം ഇവർ ചോദിക്കുന്ന ഇതിനനുസരിച്ചിട്ട് നമ്മൾ എല്ലാ മാസം ഇങ്ങനെ തന്നെ കൊടുക്കണോ? അത് ഇനി ആ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുമ്പോൾ അത് നിർത്താനുള്ള എന്തെങ്കിലും വകുപ്പുകൾ ഉണ്ടോ? 2 വഴിയാണുള്ളത്. ഒന്ന്, ഇപ്പൊ ജൂണിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ലേ, ജൂലൈയിൽ ഇതേ അപേക്ഷ കിട്ടി, 10 രൂപ അയാൾ പോയി. അപ്പം താങ്കൾക്ക് ഇതേ ചോദ്യത്തിന് ജൂൺ മാസത്തിൽ മറുപടി നൽകിയിട്ടുണ്ട്. ജൂൺ മാസത്തിൽ മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പകർപ്പ് ലഭിക്കാൻ ഇത് 2 രൂപ അടക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക. ഇതിന്റെ പകർപ്പ് കൊടുത്തേക്ക്, അല്ലെങ്കിൽ വെറുതെ പകർപ്പ് മെയിൽ ഐ ഡി ആയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ കൊടുത്താലും പ്രശ്നമില്ല. ആ തലവേദന കഴിഞ്ഞു 2-3 പ്രാവശ്യം കഴിഞ്ഞാൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഒന്ന് അയച്ചോളൂ ഈ സംഗതി. ഒരാൾ തന്നെ ഇങ്ങനെ ഈ നിയമം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഇത് കൈകാര്യം ചെയ്ത് അയക്കുന്നുണ്ട്. അപ്പം അതിൽ ശിക്ഷ വരാനില്ലല്ലോ. നമുക്ക് അവർ അതിൻ്റെ അകത്ത് ഇടപെടും, എന്തെങ്കിലും നിർദ്ദേശം പറയും. അത് വേണമെന്നില്ല, നമുക്ക് എങ്ങനെ കൂളായി ഡീൽ ചെയ്യാം. അതേ മറുപടിയുടെ പകർപ്പ് നൽകാൻ വേണ്ടിയിട്ട് 10 രൂപ അടക്കം പറഞ്ഞാൽ മതി. ശരി സാർ. യെസ്. ഇനി അധികം സംശയങ്ങളില്ലാന്ന് തോന്നും. ഇനിയിപ്പം ഓഫീസ് പോയിട്ട് ഫയൽ ഡീൽ ചെയ്യുമ്പോൾ പിന്നെ സംശയം വരും. അതാ പിന്നെ ഫോൺ നമ്പർ പറഞ്ഞേക്കുന്നത്, അന്നേരം വിളിക്കാം. പിന്നെ ഏതായാലും അംഗങ്ങളുടെ ഒരു ഇന്റർഫേസിന് അവസരം ഒരുക്കിയ KGMയോട് ഞാൻ ഫോർമൽ നന്ദി പറയുന്നു. പിന്നെ നമ്മൾ എല്ലാ മെഡിക്കൽ ഓഫീസറും കോൺഫിഡന്റ് ആയിരിക്കണം. ക്ലർക്കിനോട് ചോദിക്കുന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടം വരുന്നത്. എന്തിനാണ് ക്ലർക്കിനോട് ചോദിക്കുന്നത്? എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുക. എത്രയോ വിഷമമുള്ള കോഴ്സ് പഠിച്ച ആൾക്കാരാണ് പല ആൾക്കാരും. എത്ര വിഷമിച്ചില്ല PG പാസ്സാവുന്നത്. എന്നിട്ട് പിന്നെ ഒരു KSRO അല്ലെങ്കിൽ റൈറ്റ് ഇൻഫർമേഷനോ കണ്ടാൽ പേടിക്കുകയോ അല്ലെങ്കിൽ വിവരാവകാശം ചോദിക്കുന്നവരെ പേടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും അനാവശ്യമായിട്ട് വഴങ്ങൊന്നും വേണ്ട. കോൺഫിഡൻ്റ് ആയിട്ട് നിയമം അങ്ങ് പാലിച്ചാൽ മതി. നിയമം പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും സ്മൂത്തായിട്ട് ഓഫീസ് നടത്താൻ പറ്റുമെന്ന് ആശംസിക്കുന്നു. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മെയിൽ ID-യിലോ അല്ലെങ്കിൽ ഫോണിലോ ചോദിക്കാം. നീ വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. ശരി സാർ. ഗുഡ് ഈവനിങ്. ഇപ്പൊ എന്റെ കർത്തവ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിപാടിയുടെ 6ാമത്തെ എപ്പിസോഡിന്റെ സമാപ്തി ആക്കി എന്നുള്ളതാണ്. ഇത് ഈ സെക്ഷൻ കൺവീനർ എന്നുള്ള രീതിയിൽ കോഴിക്കോട് മെമ്പർ എന്നുള്ള രീതിയിലും രാജാറാം സാറിനെ പേഴ്സണലായിട്ട് അറിയുന്ന ഒരു വ്യക്തിയും സാറിന്റെ വിവരാവകാശ
സംബന്ധമായിട്ടുള്ള ജ്ഞാനം എത്രത്തോളം ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ടുള്ള അറിവുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഒരു സജഷൻ ആയിരുന്നു അടുത്ത ക്ലാസ് രാജാറാം സാറിന് കൊടുക്കണം എന്നുള്ളതും അതിനെ സാറിന്റെ ഇൻട്രൊഡക്ഷൻ ജമാൽ സാറിനെ കൊണ്ട് തന്നെ നടത്തിക്കണം എന്നുള്ളതും എൻ്റെ ഒരു സജഷൻ ആയിരുന്നു. അത് പൂർണ്ണമായിട്ട് വിജയിച്ചിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് വിവരാവകാശ സംബന്ധമായിട്ടുള്ള ക്ലാസ്സിൽ 50-ൽ കൂടുതൽ പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരു അവസരത്തില്. വിവരാവകാശം നമുക്ക് പലപ്പോഴും കീറാമുട്ടിയായിട്ട് പലവർക്കും തോന്നുമെങ്കിലും പലപ്പോഴും നമുക്ക് ഉപകാരവും ഉപദ്രവം ചെയ്യുന്ന ഇരുതല മൂർച്ചയുള്ള ഒരു ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ വിവരാവകാശ നിയമം വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എല്ലാവരും മനസ്സിലാഴത്തിൽ തട്ടുന്ന രീതിയിലാണ് രാജാറാം സാർ ക്ലാസ് എടുത്തിരിക്കുന്നത്. സാറിന്റെ ലേഖനം KGMO ജേണലില് കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും. ഞാൻ തന്നെ ഈ എനിക്ക് തോന്നുന്നു 2ാമത്തെ പ്രാവശ്യമാണ് ഇതേപോലെ സാറിന്റെ വിവരാവകാശ സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. എന്തായാലും ഇത് ഈ 50 പേർക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 50 പേര് ഒരു 10 പേർക്കെങ്കിലും പറഞ്ഞു കൊടുക്കും എന്നുള്ളത് എനിക്ക് കൊടുക്കും. അത് പിന്നീട് ആ 10 പേര് അവർക്കറിയുന്ന 10 പേർക്ക് കൊടുത്ത് അതങ്ങനെ നീണ്ടുപോകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം വിവരാവകാശം പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലും ഉപകാരപ്രദമായ രീതിയിലും വരുന്നത് കൊണ്ട് അത് സാറിന്റെ ക്ലാസ് എല്ലാവരെയും അടുത്ത് എത്തും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ എൻ്റെ ഇനി കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ സുന്ദരമായ ക്ലാസ് നമുക്കെല്ലാവർക്കും KGMO മെമ്പർമാർക്കും എടുത്തു തരാനുള്ള ഒരു അവസരവും സാറിന്റെ വിലപ്പെട്ട സമയവും നമുക്ക് നൽകിയ രാജാറാം സാറിന് KGMO സർവീസ് സെല്ലിന്റെ പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് തിരക്കുകൾക്കിടയിലും ജമാൽ സാറ് നമ്മുടെ മുൻ സംസ്ഥാന ട്രഷറർ സാറിന് ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. അതുപോലെ തന്നെ ഇന്ന് പങ്കെടുത്ത എല്ലാ മെമ്പർമാർക്കും ഈ അവരുടെ ഇത്ര തിരക്കിന്റെ ഇടയിലും പങ്കെടുത്ത എല്ലാ മെമ്പർമാർക്കും അതേപോലെ തന്നെ സർവീസ് സെല്ലിലെ ചെയർപേഴ്സണായ സന്തോഷ് സാറിനും കൺവീനറായിട്ടുള്ള അഭിലാഷിനും നന്ദി അറിയിക്കുന്നു. എല്ലാ സംസ്ഥാന നേതാക്കൾക്കും എല്ലാ ജില്ലാ നേതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ഗുഡ് നൈറ്റ് ഞാൻ ആശംസിക്കുകയാണ്. ഹലോ ഹലോ പിന്നെ ശരണം ചെയ്യുന്നില്ല, ഒരു ചെറിയ സജഷൻ. എല്ലാവരും മീറ്റിംഗ് എല്ലാവരും കേൾക്കണമെന്നില്ല, നിങ്ങൾ ഓർമ്മിച്ചോളൂ. അതായത് ഇതുപോലെ ഒരു സബ്ജക്റ്റ് ഒരാൾ സ്പെഷ്യലൈസ് ചെയ്താൽ മതി. നമുക്ക് സർവീസിൽ KGMO ഒരാൾ ഇപ്പോൾ GPF കംപ്ലീറ്റ്, GPFന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്, NPS ഡീറ്റെയിൽസ് കംപ്ലീറ്റ്, ഇപ്പോൾ റിട്ടയർമെന്റിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്, പിന്നെ സാധാരണ KSR സർവീസ് റൂൾസ് ഒരാൾ, അങ്ങനെ എല്ലാവരും ഡിവൈഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റെഫറൻസിന് ഇതുപോലെ ക്ലാസ് എടുക്കാനും മാത്രമല്ല നമുക്ക് ഇന്നയാളെ കോൺടാക്ട് ചെയ്ത് ഇന്ന ജില്ലയിൽ ഇന്നയാളെ കോൺടാക്ട് ചെയ്താൽ ആ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ അറിയാൻ. സാർ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇപ്പൊ നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. 6 എപ്പിസോഡും എന്നെങ്കിൽ 6 അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് ചെയ്തിരിക്കുന്നത് നമ്മളെ മെമ്പർമാര് തന്നെയാണത്. വേറെ ഒരു മെമ്പർമാരാണ് മിക്കവാറും. പിന്നെ ഈ ടാക്സിന്റെ മാത്രമാണ് നമ്മളൊരു ഫാക്കൽറ്റി ടാക്സ് ബാക്കിയെല്ലാം നമ്മളെ മെമ്പർമാര് തന്നെയാണ്. അവരെ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന അവരെങ്ങനെ ടാക്കിൾ ചെയ്തു അവരെ പേഴ്സണൽ എക്സ്പീരിയൻസും കൊണ്ടുള്ള ഇതാണ് നമ്മളിപ്പോ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളിങ്ങനെ കണ്ടെത്തിയിട്ടാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. പല ആൾക്കാർ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അവരെ അത് മോട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മള് ക്ലാസ് തുടങ്ങിയതാണ്. നമ്മള് ഇത് മെയ് മുതലാണ് തുടങ്ങിയത്. ഇപ്പൊ 6 ഇത് കഴിഞ്ഞു. 15 നമുക്ക് മുന്നോട്ട് പോവാണ് സാർ. ശരി ബാബാ, ഓഫ്ലൈൻ പോകുന്നേ. ശരി സാർ.